കേരളത്തിലെ ആദ്യത്തെ PUC ഓണറാണ് ഞാൻ. ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുജിത് കുമാറാണ്, കോഴിക്കോടുകാരനാണ്. RCMൽ 2005 സെപ്റ്റംബർ മാസം 17-ാം തീയതി കോഴിക്കോട് ആസ്ഥാനമായിക്കൊണ്ട് കേരളത്തിൽ ഒരു ഡിപ്പോ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് രാജസ്ഥാനിൽ പോയിട്ട് ഹെഡ് ഡിപ്പോയിൽ നിന്ന് നേരിട്ട് പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് കേരളത്തിൽ ആദ്യത്തെ ഷോപ്പ് ഓപ്പൺ ചെയ്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു റെക്കോർഡ് എൻ്റെ പേരിലുണ്ട്. കേരളത്തിലെ ആദ്യത്തെ PUC ഓണർ ഡിപ്പോ തുടങ്ങുന്നതിന് മുമ്പ്. PUC തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിൽ വെറും 6% മാത്രമായിരുന്നു അന്ന് ഷോപ്പ് ഓണേഴ്സിനുള്ള മാർജിൻ. അതും അന്ന് മെമ്പർഷിപ്പ് എടുക്കേണ്ട ആളുകൾക്ക് ജോയിനിങ് കിറ്റാണ്. ജോയിനിങ് കിറ്റിന് 5% മാത്രമേ ഉള്ളൂ. കാരണം 1500 രൂപ കൊടുത്തൊരു കിറ്റ് എടുത്താൽ മാത്രമേ അന്ന് RCMലേക്ക് മെമ്പർ ആവാൻ പറ്റുള്ളായിരുന്നു. ആ കിറ്റിന് 5%വും പ്രൊഡക്റ്റുകൾക്ക് 6%ആയിരുന്നു. ആ കാലഘട്ടത്തിൽ രാജസ്ഥാനിൽ നിന്ന് പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് കേരളത്തിൽ ആദ്യത്തെ PUC ഓപ്പൺ ചെയ്യുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഷോപ്പിൽ വരുന്ന എല്ലാവർക്കും RCMനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം പറഞ്ഞു കൊടുക്കുകയും അവിടുന്ന് ഇന്ന് കമ്പനിയുടെ 9.5% ടേൺ ഓവർ കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും നമ്പർ 1 PUCകളുടെ കാറ്റഗറിയിൽ ഒരു PUC ആണ് ഇന്ന് എൻ്റെ PUC. ആ PUCയിൽ ഇരുന്നുകൊണ്ട് ഇന്നും ഇവിടെ വരുന്ന ആളുകൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അങ്ങനെ ഒരിക്കൽ പോലും നെഗറ്റീവ് പറയാതെ ഈ പ്രസ്ഥാനത്തിന്റെയും ഈ ഷോപ്പിന്റെയും കൂടെ നിന്നുകൊണ്ട് ഇന്ന് ഇന്ത്യൻ RCMന്റെ കോർ ടീമിലേക്ക് എത്തിയിരിക്കുന്ന ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു 2005 സെപ്റ്റംബർ 17-ന് ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ലായിരുന്നു. ഇന്ന് പലരും പറയുന്നുണ്ട്, ഷോപ്പ് തുടങ്ങിയ ആളുകളൊക്കെ പലരോടും നമ്മൾ സംസാരിക്കുമ്പോൾ ഡിപ്പോയിൽ ചെന്ന് നമ്മൾ സാധനം വാങ്ങിക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ വരുന്ന പിക്കപ്പ് സെന്ററുകാർ അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അവരുടെ ഇല്ലായ്മകളും പറയുന്നു. അവർ തുടങ്ങി ആകെ പോയി ഒരു കുടുക്കിൽപ്പെട്ടതുപോലെ സംസാരിക്കുന്ന എത്രയോ ആളുകളെ നമ്മളെ പരിചയപ്പെടാറുണ്ട്. എൻ്റെ മുന്നിൽ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പുസ്തകമാണ് ഞാൻ മുമ്പിൽ തുറന്നു കൊടുക്കാറുള്ളത്. RCM എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, വലിയ അവസരമാണ്. ഈ അവസരത്തിലൂടെ നമുക്ക് എവിടെ എത്താം? RCM ഞാൻ തുടങ്ങിയ കാലത്ത് RCM വലിയ ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ. ആ ബുദ്ധിമുട്ടിനുള്ളിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ അന്ന് കണ്ടെത്തിയത്. ആ ബുദ്ധിമുട്ടുകൾക്കുള്ളിലുള്ള അവസരം ഞാൻ കണ്ടെത്തി. ഇന്ന് RCM വലിയൊരു അവസരമാണ്. ഇന്ന് വരുന്ന ആളുകൾ ആ അവസരത്തിനുള്ളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷിച്ച് നടക്കുന്നത്. അവസരത്തിന്റെ ഉള്ളിലുള്ള ബുദ്ധിമുട്ടുകൾ അന്വേഷിച്ചുകൊണ്ട് അത് കണ്ടുപിടിച്ചിട്ട് അതിനെ വലിയ രീതിയിൽ മൊബിലൈസ് ചെയ്തിട്ട് ബാക്കിയുള്ള ആളുകളെ മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കുക. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഞാൻ അവസരങ്ങൾ കണ്ടെത്തിയെങ്കിൽ ഇന്ന് അവസരങ്ങൾക്കിടയിൽ ബുദ്ധിമുട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ കൂടെ പിക്കപ്പ് സെന്റർ നടത്തുന്ന ആളുകളുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി RCMന്റെ കോ ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു വെറും പൊസിഷൻ മാത്രമല്ല. അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ സ്വപ്നം കാണുന്നത് അത് നേടിയെടുക്കാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടി അതിലൂടെ കിട്ടുന്നത്. അത് നേടിയെടുക്കാൻ ഇന്നത്തെ അവസ്ഥയിൽ, ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇന്ത്യയിൽ ഏറ്റവും ടേൺ ഓവർ ചെയ്യുന്ന ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് നമ്മുടെ സ്റ്റേറ്റ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് നമ്മുടെ സ്റ്റേറ്റ്. ഏത് സെഗ്മെന്റ് എടുത്താലും, കീസോൾ ആവട്ടെ, ന്യൂട്രിചാർജ് ആവട്ടെ, RCMന്റെ ഏത് FMCG സെക്ടർ ആവട്ടെ, ഏത് സെഗ്മെന്റ് എടുത്താലും കേരള നമ്പർ 1 എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഔട്ട്ലെറ്റ് നടത്തി അതിലൂടെ ഒരു കോർ ലീഡർ ആവാൻ ഞാൻ കാണുന്ന ഒരു സമയം വെറും 3 വർഷമാണ്. ആ 3 വർഷത്തിലപ്പുറം വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഞാനിത് പറയുമ്പോൾ ഒരു ചെറിയ കഥ പറയാം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഷോപ്പിലേക്ക് ഇങ്ങനെ വഴിയോരത്തു കൂടെ ബാഗിൽ പ്രൊഡക്റ്റുമായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഷോപ്പിലേക്ക് കയറി വന്നു. ഞാൻ എൻ്റെ ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം നേരെ കയറി വന്നിട്ട് അദ്ദേഹത്തിന്റെ ബാഗ് തുറന്നിട്ട് ഒരു ഡിറ്റർജന്റ് ലിക്വിഡിന്റെ ഒരു ലിറ്ററിന്റെ ഒരു ബോട്ടിൽ, ഒരു 1 kg വാഷിംഗ് പൗഡറിന്റെ പാക്കറ്റും എടുത്തിട്ട് എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, സാർ ഇത് വാങ്ങിക്കണം. ഞാൻ അയാളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പേര്, ഇതുപോലെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ ഒരു പേര് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഇനി കേട്ടിട്ടുള്ള സാധനമാണെങ്കിലും, ഇപ്പൊ സർഫെക്സലോ ഏരിയലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള സാധനമാണെങ്കിലും ഞാൻ പർച്ചേസ് ചെയ്യില്ല. കാരണം ഞാൻ RCM എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഒരു ഷോറൂം നടത്തുന്ന ആളാണ്. ഞങ്ങളുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അത്രയും നല്ല വാഷിംഗ് പൗഡർ ഇന്ന് ഇന്ത്യയിൽ മറ്റൊരു കമ്പനിയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇവിടെ വാഷിംഗ് പൗഡർ ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഞാൻ എൻ്റെ ഒരു ജോലിയുടെ ആവശ്യാർത്ഥമാണ് സാർ വരുന്നത്. ഇത് വൈകുന്നേരം വരെ എനിക്ക് ഇത്ര പീസ് വിറ്റാലേ എനിക്ക് ശമ്പളം കിട്ടുള്ളൂ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് അടുത്തൊന്ന് പരിചയപ്പെട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഒരു മാസം കമ്പനിയിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ ടേൺ ഓവർ അവർക്ക് കൊടുത്ത് 18,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നു. അഡീഷണൽ കൊടുക്കുന്ന ഓരോ രൂപയ്ക്കും എനിക്ക് 10% അവർ ഇൻസെന്റീവ് തരും. അപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ കമ്പനിയിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. ഞാനത് ഡോർ ടു ഡോർ കൊണ്ടു കൊടുത്തിട്ടാണ് സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്ഭുതമായി, 3 ലക്ഷം രൂപയുടെ സാധനം, ആ ഡിറ്റർജന്റ് ലിക്വിഡും ആ വാഷിംഗ് പൗഡറും, ഒരു മാസം 3 ലക്ഷം രൂപയുടെ സാധനം വീട് വിടാതെ നടന്ന് ഈ ചെറുപ്പക്കാരൻ ആ കമ്പനിയുടെ അടുത്ത് നിന്ന് 18,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നു. അഡീഷണൽ കിട്ടുന്ന സെയിൽസിന് 10% കമ്മീഷൻ വാങ്ങിക്കുന്നു. ഞാൻ അയാളോട് ഒറ്റവാക്കിൽ പറഞ്ഞു, ഈ മാസത്തോടു കൂടി നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് എൻ്റെ അടുത്ത് വരിക. 3 ലക്ഷം രൂപയുടെ
ഇതാ ഈ ഷോപ്പിൽ കാണുന്ന ഏകദേശം 3000-ഓളം പ്രൊഡക്റ്റ് ഇവിടെ ഉള്ളതും ഇല്ലാത്തതുമായിട്ട് ഈ കമ്പനിക്ക് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ വിറ്റോ. വാഷിംഗ് പൗഡറോ സോപ്പോ സോപ്പ് കട്ടയോ അങ്ങനെ ഒന്നുമല്ല, നിങ്ങൾക്ക് എന്തും വിൽക്കാം. 3 ലക്ഷം രൂപയുടെ സെയിൽസ് നിങ്ങൾ ചെയ്താൽ 90,000 രൂപ നിങ്ങൾക്ക് മാസം ഞാൻ എണ്ണിത്തരും. 90,000 രൂപ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നശിപ്പിക്കല്ലേ. അദ്ദേഹം മൂക്കത്ത് വരും. 90,000 രൂപയോ സാർ, 3 ലക്ഷം രൂപയുടെ സെയിൽ നടത്തി എനിക്ക് 18,000 രൂപയാണ് ആ കമ്പനിക്ക് കിട്ടുന്നത്. ഞാൻ അദ്ദേഹത്തിന് ഇരുത്തി RCMന്റെ പ്രൊഡക്റ്റുകളെല്ലാം പരിചയപ്പെടുത്തി RCMന്റെ പ്ലാൻ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ബോണ്ട് വെച്ചിട്ട് ആ കമ്പനിയിൽ 3 വർഷം വർക്ക് ചെയ്യുന്നതാണ്. എനിക്കൊരു വീട് പണിക്ക് വേണ്ടി ഞാൻ ആ കമ്പനിയുടെ അടുത്ത് നിന്ന് 1.5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എൻ്റെ സാലറിയിൽ നിന്ന് എല്ലാ മാസവും അവര് 6,000 രൂപ കട്ട് ചെയ്യുന്നുണ്ട്. അത് തീരണമെങ്കിൽ ഏകദേശം ഇനിയും ഒരു 3 വർഷം ഞാൻ ആ കമ്പനിയിൽ പണിയെടുക്കണം. എങ്ങനെങ്കിലും പണം ഉണ്ടാക്കി ഞാൻ ആ കമ്പനിയായിട്ടുള്ള ഇടപാട് തീർത്ത് എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു വരും. ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യും. ഇത്രയും പ്രൊഡക്റ്റുകൾ 3 ലക്ഷം രൂപയ്ക്ക് എനിക്ക് പേഴ്സണൽ സെയിൽ ചെയ്യാൻ ഇത്രയും വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതുപോലെ എത്ര ലാട്ട് കമ്പനികൾ, എത്ര നല്ല നല്ല ചെറുപ്പക്കാരുടെ നല്ല ഫ്യൂച്ചർ ഉപയോഗിച്ച് അവരുടെ ഭാവി, ആ കമ്പനിയുടെ ഭാവി വളർത്തുന്നു. ഇവരെ കണ്ടെത്താൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ഈ ഇത്രയും പ്രൊഡക്റ്റുകളുള്ള ഷോപ്പിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കും നോക്കി നമ്മുടെ ജീവിതം കളയുമ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി നമ്മളായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ഈ ഷോപ്പിലൂടെ നമുക്ക് RCMലൂടെ എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. 2005-ൽ 200 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. 2 ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാനിൽ പോയിട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ ജോയിൻ ചെയ്ത ആളുകളെ കയ്യിൽ നിന്ന് പിരിവെടുത്ത് ഞാൻ അവിടെ പോയിട്ട് പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് തുടങ്ങിയതാണ്. ഘട്ടം ഘട്ടമായിട്ട് ഈ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ നഷ്ടമാണെന്ന് പറഞ്ഞ ആളുകൾക്ക് ഓരോരുത്തർക്കായിട്ട് എനിക്ക് കിട്ടിയ RCM കമ്മീഷൻ അവരുടെ ഷെയർ കൊടുത്ത് അവസാനം ഈ സ്ഥാപനം എൻ്റെ മാത്രമായി. 2 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് 2005-ൽ തുടങ്ങിയ സ്ഥാപനം ഇന്ന് 2024-ൽ നമ്മൾ മുഖാമുഖം ഇരുന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് അഭിമാനമാണ് ഈ ഷോപ്പ്. ഇവിടെ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മീറ്റിംഗ് നടത്തണോ, 40 പേർക്ക് ഇരുന്ന് മീറ്റിംഗ് നടത്താൻ പറ്റാവുന്ന പ്രൊജക്ടറും സ്ക്രീനും സൗണ്ട്സും അടക്കമുള്ള ഒരു AC ഓഡിറ്റോറിയം ഈ ഷോപ്പിന്റെ അടിയിലുണ്ട്. 850 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 25 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. ഈ ഷോപ്പിലുള്ള സാധനങ്ങളിൽ പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന ആട്ടയും മറ്റു വാഷിംഗ് പൗഡറും സാധനങ്ങളും ഇതിനുള്ളിൽ കൊണ്ടുപോയിട്ടാൽ ഇവിടെ ഉള്ള സാധനങ്ങൾ പൊടി പിടിക്കും, അതിന്റെ വൃത്തിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് പ്രൊഡക്റ്റുകൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 200 സ്ക്വയർ ഫീറ്റ് റൂം ഇതിന് ചാരി വേറെയുണ്ട്. 4,000 രൂപ വാടകയിലാണ് 2005-ൽ തുടങ്ങിയെങ്കിൽ 50,000 രൂപ വാടകയ്ക്ക് ഇന്ന് ഈ സ്ഥാപനം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എനിക്കറിയാം ഇന്ന് ഇന്ത്യ മൊത്തം യാത്ര ചെയ്ത് RCM ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വരുമാനം ഇന്ന് ഈ ഷോപ്പ് എനിക്ക് തരുന്നുണ്ട്. അതെങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കാനാണ് രാജൻ സാർ റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, നിങ്ങളെ അത് പഠിപ്പിക്കുക. അതിന്റെ കൂടെ ഓൺലൈൻ ഓർഡറും അതുപോലെ തന്നെ ഹോം ഡെലിവറിയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഷോപ്പിനെ വളരെ സക്സസ് ആക്കി മാറ്റുക എന്നുള്ള ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനു വേണ്ടി രാജൻ സാർ മാത്രമല്ല, നമ്മുടെ ഗ്രേറ്റ് സഫയർ CRN മൂർ സാറും നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഹോം ഡെലിവറി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാനും ഒരു ഷോപ്പ് എങ്ങനെ സക്സസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പഠിപ്പിക്കാനും കേരളത്തിന്റെ 2 ലെജൻഡുമാരാണ് നമ്മളുടെ കൂടെ വരുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന ആളുകൾക്ക് ഇനിയും സമയമുണ്ട്. 350 പേർക്ക് കൂടി ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാം. ഈ പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്യാതിരുന്നാൽ അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു നഷ്ടമാണ്. അറ്റൻഡ് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു നേട്ടവുമായിരിക്കും ഈ ഒരു പ്രോഗ്രാം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് രാജൻ സാറ് മൈക്കെടുത്ത് അദ്ദേഹം ഒരു സ്ട്രീമിലേക്ക് വരാൻ എന്തായാലും ഒരു 5 മിനിറ്റ് സമയമെടുക്കും. അപ്പോഴേക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു 2 പേരെങ്കിലും വിളിച്ച് കയറ്റാം. ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഉള്ള ആളുകൾ 2 പേരെ വിളിച്ച് കയറ്റാൻ ശ്രമിച്ചാൽ നടക്കില്ല. കാരണം ഇനി ആകെ 300 പേര് 320 പേരും കൂടി ഇതിൽ കയറുള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആക്ട് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ ഒരു വ്യക്തിയുടെ അടുത്ത് എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞാൽ കിട്ടാവുന്നതിന്റെ 100 ഇരട്ടി റിസൾട്ട് ആയിരിക്കും ഇവർ 2 പേരുടെയും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാ RCMന്റെ കേരളത്തിലെ ഗ്രേറ്റ് ലീഡേഴ്സിനും ഞാൻ ആദ്യമായിട്ട് വെൽക്കം പറയുന്നു. കൂടാതെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എത്തിയിരിക്കുന്ന പിക്കപ്പ് സെന്റർ ഓണേഴ്സിനെയും അതുപോലെ തന്നെ അവരുടെ സ്റ്റാഫുമാരെയും പുതുതായിട്ട് ആരെങ്കിലും ഇനി PUC എടുക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ആദ്യത്തെ സെക്ഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഗ്രേറ്റ് സഫയർ CRN മൂർ സാറും രാജൻ സാറുമാണ് ഇന്നത്തെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ഡോക്ടർ രാജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുണ്ടാവും. ഇന്ന് കേരളത്തിന്റെ എന്താ പറയാ ഏറ്റവും തിളക്കമാർന്ന സ്റ്റാർ എമറാൾഡ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൻ അർജുൻ സാർ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നു. ജസ്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് ഒരു മായികമായിട്ടുള്ള ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത്ര നന്നായിട്ട് ക്ലാസ് എടുക്കാൻ ഒരാൾക്ക് കഴിയുമോ എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ. കാരണം അതിന്റെ വീഡിയോ ഉണ്ട്. നിങ്ങളൊരു വ്യക്തിയെ കൺവിൻസ് ചെയ്യണമെങ്കിൽ
അർജുൻ സാർ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചെയ്ത ആ വീഡിയോ മാത്രം 1 hour വീഡിയോ മാത്രം കൊടുത്താൽ മതി. വേറെ ഒന്നും കൂടുതലായിട്ട് വേണ്ട. RCM അൾട്ടിമേറ്റ് ചാനലിൽ, മലയാളം ചാനലിൽ ആ ഒരു വീഡിയോ ഉണ്ട്. നമ്മൾ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തിരുന്നു. അത് മാത്രം മതി. ഒരു വീട്ടിൽ 2 സ്റ്റാർ ഒരു പക്ഷേ കേരളത്തിൽ ഒരു വീട്ടിൽ 2 സ്റ്റാർ ആള് രാജൻ സാറിന്റെ വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, RCMലേക്ക് വന്ന കാലഘട്ടം തൊട്ട് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിൽ ഒരു ഷോപ്പ് നടത്തുകയും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടേൺ ഓവർ ചെയ്യുന്ന ഷോപ്പിനുള്ള അവാർഡുകൾ നിരവധി തവണ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള നല്ലൊരു ഷോപ്പാണ്. ആ ഷോപ്പ് കണ്ടുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലൊക്കെ RCMലെ ശക്തമായിട്ടുള്ള ഷോപ്പും ശക്തമായിട്ടുള്ള ടീമും ഡെവലപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ ഷോപ്പ് നടത്തുന്നു, ടീം ഡെവലപ്പ് ചെയ്യുന്നു. കേരളക്കരയെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയെ തന്നെ മരുന്നില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ച നമ്മുടെയൊക്കെ ഒരു ഗുരുനാഥനല്ല, നമ്മുടെയൊക്കെ ഒരു സ്വന്തം ഡോക്ടർ കൂടിയാണ്. ആർക്കും എപ്പോഴും ഏത് സമയത്തും വിളിച്ച് അവനവന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനും കൂടി ഉള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു ഡോക്ടർ കേരളത്തിൽ വേറെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ആദ്യത്തെ സെക്ഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോട് കൂടിയിട്ട് രാജൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം രാജൻ സാർ. ഓവർ ടു യു സാർ. GRCM. താങ്ക് യു സർ. JRCM. എന്റെ സൗണ്ട് ഓക്കെ ആണോ? യെസ് സർ. പിക്ചർ ഓക്കെ ആണോ? അല്ലെ? പിക്ചർ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. JRCM. കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു വലിയ ഓഡിയൻസിന് മുന്നിൽ, പ്രത്യേകിച്ച് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു 70,000 ആളുകൾ ഉണ്ടാവുന്നതാണ്. ഞാൻ അത്രമാത്രം ഈ പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം RCM ബിസിനസിന്റെ നട്ടെല്ലാണ് PUC, പിക്കപ്പ് സെന്റർ. ഇന്ന് അതിന്റെ പേര് മാറി വണ്ടർവേൾഡ് ക്യുക്കായി, വണ്ടർവേൾഡ് പല രൂപത്തിൽ വന്നാലും ബേസിക്കലി പോയിന്റ് ഓഫ് സെയിൽ, നമ്മുടെ RCMന്റെ ഒഫീഷ്യൽ ആപ്പ്, PUCയുടെ ഒഫീഷ്യൽ ആപ്പ് നോക്കുമ്പോൾ POS, പോയിന്റ് ഓഫ് സെയിൽ, ഇവിടെ നിന്നാണ് ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ആ ഒരു വിഭാഗം അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റ്, അതില് നമുക്ക് എത്ര ഉയർന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയൊക്കെ ചെയ്യാം, അതെങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ 5 ദിവസങ്ങളിൽ 5 സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ്സുകൾ നടന്നു. ധാരാളം ആളുകൾ പങ്കെടുത്തു. അതിൽ പങ്കെടുത്ത പലരും പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ സ്റ്റാഫിനെ പങ്കെടുപ്പിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അത് ഒരിക്കൽ കൂടി വേണമെന്ന് എന്നോട് പേഴ്സണലി പലരും ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. തീർച്ചയായിട്ടും ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇത്തരത്തിലൊരു പ്രോഗ്രാം ചെയ്യും. കാരണം ഷോപ്പാണ് RCM ബിസിനസിന്റെ നട്ടെല്ല്. ഇപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയ പേര് ഡോക്ടർ രാജൻ. നാച്ചുറോപ്പതി ആൻഡ് യോഗ എന്ന മേഖലയിൽ കഴിഞ്ഞ 18 വർഷമായി മരുന്നുകളില്ലാത്തൊരു ജീവിതശൈലിയെ പ്രൊമോട്ട് ചെയ്യുന്നു. 17 വർഷമായിട്ട് RCMമായിട്ട് സജീവ സാന്നിധ്യം. രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഹൗ ടു ലിവ് വിതൗട്ട് മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു ആശയത്തെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോ നിങ്ങൾ ചോദിക്കും, ഇവിടെ ഹെൽത്ത് ആണോ പറയുന്നത്? ഇവിടെ എല്ലാം ഉണ്ട്. RCM ഗീവ്സ് എവറിത്തിങ്. ഹെൽത്തും തരും, വെൽത്തും തരും, റെക്കഗ്നീഷൻ തരും. വാട്ട് എവർ യു വാണ്ട് ഇൻ യുവർ ലൈഫ്, എവറിത്തിങ് യു വിൽ ഗെറ്റ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ വേണം അതെല്ലാം കിട്ടും. പക്ഷെ അതൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രൊഡക്റ്റ് വേണം. അപ്പൊ ഇന്നത്തെ സമയം 9:17. ഞാൻ ഏകദേശം ഒരു 45-50 മിനിറ്റ് സമയമെടുക്കും. അതിനുശേഷം ചെറിയൊരു സെഷൻ മൂർത്തി സാറിനെ ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ ഇത് ക്ലോസ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ധാരാളം ആളുകളെ വിളിക്കാം. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു 70,000 ആളുകളെയാണ്. 1000 പേർക്ക് ഇരിക്കാം. യൂട്യൂബ് ചാനൽ ഇഷ്ടംപോലെ ആളുകൾക്ക് വരാം. RCM ബിസിനസ്സിൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അൾട്ടിമേറ്റ്ലി വാട്ട് വി നീഡ് ഹെൽത്ത്. അത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ മതി, ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഠിച്ചുള്ള ഒരു ഗുണം നമുക്ക് ആളുകളിലേക്ക് ഇത് ആശയത്തെ വളരെ ഫാസ്റ്റ് ആയിട്ട് എത്തിക്കാൻ സാധിക്കും. നിങ്ങൾ ഭൂരിപക്ഷം ആളുകളും RCMന്റെ ഹെൽത്ത് കണ്ടിട്ട് RCMൽ വന്ന ആളുകളായിരിക്കും. ഉൽപ്പന്നങ്ങളുടെ ആരോഗ്യപരമായ സവിശേഷത കണ്ട് RCMൽ വന്ന ആളുകളായിരിക്കും. പക്ഷെ ഞാൻ വന്നത് അതൊന്നുമല്ല. ഞാൻ കണ്ടത് ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ് കണ്ടിട്ടാണ്. കാരണം ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ RCMൽ വന്നതാണ്. പക്ഷെ പിന്നീടാണ് അത് പഠിച്ചപ്പോൾ മനസ്സിലായി, ഞാൻ ഫോളോ ചെയ്യുന്ന പ്രകൃതി ജീവനവും RCM തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. 100% നാച്ചുറലാണ് രണ്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തത്. ഞാൻ RCMൽ ഒരിക്കലും വർക്ക് ചെയ്തിട്ടില്ല. ഇന്ന് വരെ ഞാൻ RCMൽ വർക്ക് ചെയ്തിട്ടില്ല. കാരണം വർക്ക് ചെയ്താൽ നമ്മൾ ടയർഡാവും. ഞാൻ ഒരിക്കലും ടയർഡ് ആവാറില്ല. കാരണം ഞാൻ RCMൽ ജീവിക്കുകയാണ്. ഇഫ് യു ലിവ് ഇൻ RCM there won't be any tiredness. സോ നിങ്ങൾക്കും അത് ചെയ്യാം. അപ്പോ ഞാൻ ഒരിക്കൽ കൂടി പറയണം, കുറച്ചും കൂടി ആളുകൾക്ക് ഇത് കേൾക്കാം. ഇനിയുള്ള ക്ലാസ്സുകൾ മീൻസ് ഇതിന്റെ യൂട്യൂബ് ചാനൽ പിന്നീട് ആളുകൾ കേൾക്കൂല്ലെന്ന് എനിക്കറിയില്ല. കേട്ടാൽ അവരുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. ഏറ്റവും വലിയൊരു സ്ട്രഗിളിലൂടെയാണ് RCM ബിസിനസ് കേരളത്തിൽ കടന്നു വന്നത്. കേരളത്തിലല്ല, ഇന്ത്യയിൽ മൊത്തം. അതിനൊരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഇരുണ്ട കാലഘട്ടത്തിൽ RCMനെ മനസ്സിലാക്കി അതിന് കാലെടുത്ത് വെച്ചൊരു വ്യക്തിയാണ് എന്നെ സ്റ്റേജിലോട്ട് ക്ഷണിച്ചത്. അദ്ദേഹം കഴിഞ്ഞാൽ RCMന്റെ ഷോപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്, ഏറ്റവും കൂടുതൽ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത അനുഭവങ്ങൾ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ ഇത് ഏറ്റവും നന്നായിട്ട് നിങ്ങളോട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ നമ്മുടെ സുജിത് സാർ കഴിഞ്ഞാൽ താമസിക്കുന്നത് തൃശ്ശൂരാണ്, വടക്കാഞ്ചേരിയിൽ. RCMന്റെ ഒരു ഔട്ട്ലെറ്റ് കഴിഞ്ഞ 16 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ആവറേജ് ഒരു 10 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ എല്ലാ മാസവും, ചില മാസങ്ങളിൽ 11 ലക്ഷം വരാറുണ്ട്. ചില വേരിയേഷൻ വരും. ആവറേജ് എന്തായാലും ഒരു 1.25 കോടി ടേൺ ഓവർ എല്ലാ മാസവും ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഈ സ്റ്റോപ്പ് നടത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരു പ്രസന്റേഷനോടെ ഷെയർ ചെയ്യാം. ഇനി ഞാൻ പറയുന്നത് കുറച്ചുകൂടി ആളുകളെ വിളിക്കാം. കാരണം നിങ്ങൾക്ക് തോന്നും ഇത് കേട്ടാൽ, കാരണം എന്താ അറിയോ, നമ്മൾ ആർസിഎം ഒരു വേ ഓഫ് ലൈഫായിട്ട് ഞാൻ എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, ഇതിന് എൻ്റെ ഒരു നെക്സ്റ്റ് കാരിയർ ആയിട്ട് എടുക്കാം. ഞാൻ 20 വർഷം എയർഫോഴ്സിലായിരുന്നു, 3 വർഷം NIF-ൽ അധ്യാപകനായിട്ട് ജോലി നോക്കി. പിന്നീടാണ് ഇതിനെ ഒരു ഫുൾ ടൈം ആയിട്ട് എടുത്തത്. ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ആർസിഎമ്മിൽ വന്നത്, പിന്നീട് അത് ഫുൾ ടൈം ആവുകയാണ് ചെയ്തത്. ഷോപ്പ് തുടങ്ങി, ബിസിനസ് വളരെ ബുദ്ധിമുട്ടി, വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ പിടിവിട്ടില്ല. എന്റെ ലീഡർ എന്നെ ഇതിലേക്ക് ഡയറക്ട്ലി സ്പോൺസർ ചെയ്ത മൂർത്തി സാർ, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ മാത്രമാണ് ആദ്യം കിട്ടുന്നത്. 1.25 വർഷം ഞാനും അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹം ബാംഗ്ലൂർ എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ബിസിനസ് ആണെന്നുള്ളൊരു തോന്നൽ എപ്പോൾ നിങ്ങൾക്കുണ്ടോ, അപ്പോൾ നമ്മുടെ ബിസിനസ് വലുതാവും. ഞാനിപ്പോ സംസാരിക്കുന്നത് കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് അല്ല, ഇവിടെ ഇരിക്കുന്ന 700 ചില്ലാനം ആളുകളുടെ റെപ്രസെന്റേറ്റീവ് ആണ്. കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് അല്ല, അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. ഇതിനെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാം. അത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഞാനൊരു ചെറിയൊരു പ്രസന്റേഷൻ ഞാൻ ഷെയർ ചെയ്യാണ്. സോ എല്ലാവർക്കും സ്വാഗതം. ഇത് ശരിക്കും ഒരു PUC-ക്ക് വേണ്ടിയിട്ടല്ല, എനിബഡി ഓർ എവരിബഡി ക്യാൻ അറ്റൻഡ് ഇറ്റ്. എനിബഡി ഓർ എവരിബഡി. ആർസിഎമ്മിൽ ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരാളോ ഇന്ന് ജോയിൻ ചെയ്യാത്ത ഒരു പുതിയ ആൾക്ക് വേണമെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്യാം, കാരണം ഇതിലെല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഒരു നല്ല വണ്ടർവെൽ ക്വിക്കിന്റെ നല്ലൊരു PUC. ഞാൻ PUC എന്നാണ് പറയുന്നത്, ബേസിക്കലി അത് വണ്ടർവെൽ ക്വിക്ക് തന്നെയാണ്. അത് പറയുമ്പോൾ കുറച്ചുകൂടി കട്ടിയുണ്ട്. PUC എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോ അതൊരു എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് ആണ്. എങ്ങനെയാണ് ഒരു ഷോപ്പ് ലാഭകരമാക്കി നമുക്ക് ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? ഞാൻ എന്റെ അനുഭവങ്ങൾ മാത്രം പറയുന്നത്. കഴിഞ്ഞ 17 വർഷമായി എനിക്ക് കിട്ടിയ ഷോപ്പിലൂടെ കിട്ടിയ അനുഭവങ്ങൾ. കാരണം ധാരാളം സമയം ഞാൻ ഷോപ്പിലുണ്ടായിരുന്നു. ഇപ്പൊ വല്ലപ്പോഴും പോകാറില്ല, മാസത്തിൽ 2 തവണ കൂടി ഞാൻ എന്റെ ഷോപ്പിൽ പോകാറില്ല, കാരണം അത് ഓട്ടോ റണ്ണിങ് മോഡിലേക്ക് എത്തി. അപ്പൊ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഒരു ഷോപ്പ് റൺ ചെയ്യാം, എങ്ങനെ അതിനെ കുറച്ചുകൂടി പ്രോഫിറ്റബിൾ ആക്കാം, അതിന് നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. കമ്പനിയിൽ ഒരു മാറ്റം വരണ്ട, നമ്മളിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി. അപ്പൊ എങ്ങനെ നമുക്കൊരു ഷോപ്പ് ആർസിഎമ്മിന്റെ ഒരു ഔട്ട്ലെറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ബേസിക്കലി ഇത് എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. എന്താണ് ശരിക്കും ഒരു വണ്ടർവെൽ ക്വിക്ക്? കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ ഔട്ട്ലെറ്റ് ആണ്. ഇറ്റ്സ് എ കമ്പനീസ് ഒഫീഷ്യൽ ഔട്ട്ലെറ്റ് ഫ്രം വേർ ആൻ അസോസിയേറ്റ് ബയർ ക്യാൻ ബൈ ആർസിഎം പ്രൊഡക്ട്സ്. അത്രയേ ഉള്ളൂ. സോ കമ്പനിയുടെ ഒഫീഷ്യൽ ഔട്ട്ലെറ്റിൽ കമ്പനി നേരിട്ട് സാധനങ്ങൾ എത്തിക്കുന്നത്, നമ്മൾ വാങ്ങിക്കുന്നു. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് ബേസിക്കലി ഡയറക്ട് മാർക്കറ്റിംഗ്. അപ്പൊ കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ ഔട്ട്ലെറ്റ് അത് എങ്ങനെയായിരിക്കണം? ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഞാൻ 5 ലക്ഷം മുടക്കി ആർസിഎമ്മിന്റെ ഷോപ്പ് ഞാൻ തുടങ്ങുന്ന സമയത്ത് 50,000 മറ്റാണ് മുടക്കിയത്. പിന്നീട് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഏകദേശം ഒരു 16-17 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ട്. ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഞാൻ പണം മുടക്കിയാൽ ഇത് എന്റെ സ്വന്തമല്ല, എന്റെ ഇഷ്ടത്തിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ഹെൽപ്സ് യു ടു ഡെവലപ്പ് യുവർ ബിസിനസ്. അവിടെ വരുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ടീമോ മറ്റൊന്നും നോക്കാതെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വേദിയാണ് ഒരു PUC. പല ആളുകളും ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് എന്റെ ഷോപ്പ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കും. എന്റെ ഷോപ്പല്ല, ഇത് നമ്മുടെ ഷോപ്പാണ്. എന്റെ ഷോപ്പിൽ ഇന്ത്യയിലെ ഏത് വ്യക്തിക്കും, വരുന്ന ആളുകളിൽ ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും അവിടെ വന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. ഏത് ഷോപ്പും എല്ലാവരുടെയും സ്വന്തമാണ്. ഇറ്റ്സ് എ പബ്ലിക് പ്രോപ്പർട്ടി. അത് എപ്പോഴും ഒന്ന് മനസ്സിലാക്കുക. ആ പബ്ലിക് പ്രോപ്പർട്ടി ആണെന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മളുടെ കൺഫ്യൂഷൻ ഒരുപാട് മാറും. ദെൻ അതുകൊണ്ട് തന്നെ എന്താണ് ആ PUC അല്ലെങ്കിൽ വണ്ടർവെൽ ക്വിക്ക് ഓണർ അല്ലെങ്കിൽ സ്റ്റാഫിന് ചെയ്യേണ്ട കാര്യം എന്താ? പ്രോപ്പർ സർവീസ് ടു എവരിബഡി. എല്ലാവർക്കും ഈക്വൽ സർവീസ് കൊടുക്കണം എന്ന് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമ്മൾ സൈൻ ചെയ്യുന്നുണ്ട്. നമ്മളിതൊന്നും വായിച്ചു നോക്കില്ല, 5-6 പേജ് ഉണ്ട്. അത് വായിച്ചു നോക്കി വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, യു ആർ സൈൻ ഫോർ ദാറ്റ്. സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു OTP വരും. OTP പറഞ്ഞിട്ട് അത് സിഗ്നേച്ചറിന് തുല്യമാണ്. സോ PUC ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അത് എല്ലാവർക്കും ഈക്വലി ഉപയോഗിക്കാൻ ഒരു അവസരമുണ്ട്. അല്ലാണ്ട് എന്റെ ടീം നിന്റെ ടീം അങ്ങനെ ഒന്നും കരുതേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. കാരണം ഈ മാസത്തെ കമ്മീഷൻ വന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കണക്കൂട്ടി നോക്കി. എന്റെ എഫർട്ട് കൊണ്ട് എനിക്ക് കിട്ടിയ വരുമാനം 75% 76% ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന ബിസിനസിന്റെ എഫക്ട് കൊണ്ട് എനിക്ക് കിട്ടിയ ബോണസ് ഓൾ ടുഗദർ മന്ത്ലി ബോണസും ആനുവൽ ബോണസും കൂട്ടിയിട്ട് 24%. അപ്പൊ 24% എന്റെ ബെനിഫിറ്റ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഇന്ത്യ മുഴുവൻ നടക്കുന്ന ബിസിനസ് കൊണ്ടാണെങ്കിൽ ഇത് ലോകമേ തറവാട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് മാറേണ്ടി വരും. അത് അങ്ങനെ ചിന്തിക്കണമെന്ന് കുറച്ച് കഴിയും. തുടക്കക്കാർക്ക് അത് ഉണ്ടാവില്ല. അവർ ഞാൻ എന്റെ ഐ മീ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് കാര്യമില്ല. ഇത് കുറച്ചും കൂടി ഒരു വൈഡ് ആംഗിളിൽ നമ്മൾ ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് മെച്ചപ്പെടും, എല്ലാ അർത്ഥത്തിലും മെച്ചപ്പെടും. ഒരു 8 നിയമങ്ങളുണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട. 8 നിയമങ്ങൾ ഞാൻ ഈ പ്രസന്റേഷൻ നാളെ നമ്മുടെ ഗ്രൂപ്പുകളിൽ, പ്രത്യേകിച്ച് PUCയുടെ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാര്യങ്ങൾ കേട്ടോളൂ. 8 റൂൾസ്. ഒരു നല്ല കസ്റ്റമർ സർവീസ്, ആർസിഎം ബിസിനസ്സിന് മാത്രമല്ല, ജീവിതത്തിലെ ഏത് മേഖലകളിലും ഈ കസ്റ്റമർ സർവീസ് നിങ്ങൾ കൊടുക്കുന്ന എത്ര കൂടുതൽ നിങ്ങൾ കൊടുക്കുന്ന അത്രയും നിങ്ങൾക്ക് കിട്ടും. 1, ട്രെയിൻ യുവർ സ്റ്റാഫ്.
സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കാതെ ഒരാളെ അവിടെ ഇരുത്തരുത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് വീട്ടിൽ മീൻസ് ഒരു കട തുടങ്ങുന്ന സമയത്ത് ചെലവ് ചുരുക്കാൻ വേണ്ടി വീട്ടിലൊരാളെ കൊണ്ടിരുത്തും. അവിടെ ട്രെയിനിങ്ങിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല അല്ലേ? അല്ലെങ്കിൽ പരിചയക്കാരോ ബന്ധുക്കളോ ആരെങ്കിലും ഒരു സഹതാപം കാണിച്ച ഒരാളെ കൊണ്ടിരുത്തും. നെവർ ഡു ഇറ്റ്. ഒരു സ്റ്റാഫിനെ നിങ്ങൾ ഇന്റർവ്യൂ നടത്തി അവിടെ കൊണ്ടിരുത്തണം. ആ കടയുടെ പ്രവർത്തനങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഒരു വ്യക്തിയാണോ നോക്കണം, അയാൾ സംസാരിക്കുന്ന വ്യക്തിയാണോ നോക്കണം. മിണ്ടാത്ത വ്യക്തിയെ ഷോപ്പിൽ കൊണ്ടിരുത്തിയിട്ട് കാര്യമില്ല. ട്രെയിൻ യുവർ സ്റ്റാഫ്. എന്തൊക്കെ പഠിപ്പിക്കണം? 2 കാര്യങ്ങൾ പഠിപ്പിക്കണം. നമ്മൾ നടക്കുമ്പോൾ സാധാരണ ഒരാൾ നടക്കുമ്പോൾ ആദ്യം വലത്തെ കാല് വെക്കും, പക്ഷെ പട്ടാളത്തിൽ ആദ്യം ഇടത്തെ കാല വെക്കുക. ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. അപ്പൊ വലത്തെ കാല് എന്താണ്? നമ്മൾ 2 കാലുണ്ട് നമുക്ക്. വലത്തെ കാല് പ്രൊഡക്റ്റും ഇടത്തെ കാല് സിസ്റ്റം ഉണ്ട്. അപ്പൊ ഒരു ഷോപ്പിൽ വരുന്ന ഒരു വ്യക്തി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ്. പിന്നീട് അയാൾ കുറച്ച് സീരിയസ് ആണെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിന് തന്നെ ഇത് എന്താണ് സിസ്റ്റം എന്ന് കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കാം. സോ ട്രെയിൻ യുവർ സ്റ്റാഫ്. ആ ട്രെയിനിങ് കൊടുക്കാത്തിടത്തോളം കാലം നമ്മുടെ ഷോപ്പിൽ സെയിൽ വരില്ല. കാരണം എന്താ? പല ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ കാണും. എത്ര ട്രെയിനിങ് കൊടുക്കുന്നു. ആദ്യകാലങ്ങളിൽ ബിൽവാരയിൽ പോയിട്ട് ഒരാഴ്ചത്തെ അവിടുത്തെ ഭക്ഷണം താമസമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ള നമുക്ക് ഇവിടെ ഷോപ്പ് അലോട്ട് ചെയ്തിരുന്നത്. ഇവിടുത്തെ സീനിയർ ലീഡേഴ്സിന്റെ അഭ്യർത്ഥന മാനിച്ച് പിന്നീട് അത് ലോക്കലി ട്രെയിനിങ് കൊടുക്കാന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇത് നാട്ടിലാക്കിയത് അല്ലേ? പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇതിനെക്കുറിച്ച് പഠിക്കുന്നില്ല. ഒരു കട കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിൽ ചടഞ്ഞിരിക്കും. അതിനപ്പുറത്തേക്ക് കടക്കുന്നില്ല. തുടക്കത്തിലെ കടയിലേക്ക് ആളുകൾ വരും. നമ്മൾ പുറത്തിറങ്ങുന്ന ആളുകളെ കൊണ്ടുവരണം. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, ഒരു നിശ്ചിത ലെവൽ കഴിയുമ്പോൾ ആളുകൾ കട അന്വേഷിച്ച് വരും. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്താണ്? ബി ഹെൽപ്പ്. രണ്ടാമത്തെ, ഡോണ്ട് മേക്ക് പ്രോമിസസ് യു കോൺ കീപ്. അതായത് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു വാഗ്ദാനങ്ങളും അവിടെ കൊടുക്കരുത്. കാരണം പല കടകളിലും പല പ്രൊഡക്റ്റുകളും ഉണ്ടാവില്ല. ചോദിക്കും, ആട്ട നാളെ വരും. നാളെ അദ്ദേഹം അതിരാവിലെ 9 മണിക്ക് വരുമ്പോൾ ആട്ട വന്നിട്ടില്ല. നമ്മൾ ആവശ്യമില്ലാത്ത ഒരു പ്രോമിസ് കൊടുക്കരുത്. അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, അത് കുഴപ്പമില്ല, നാളെ വരും. സ്കൂൾ തുറക്കുന്ന സമയത്ത് പല ഷോപ്പുകാർ എന്ത് ചെയ്തു? ഇഷ്ടംപോലെ ബുക്സ് ഓർഡർ ചെയ്തു, പക്ഷേ സമയത്തിന് എത്തിയില്ല. കുട്ടികളും അവരുടെ പാരന്റ്സും പലതവണ ഷോപ്പുകളിൽ വന്നു നോക്കി. പല കാരണങ്ങളാണ്, ടെക്നിക്കലായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം രാജസ്ഥാനിലെ ബിൽവാര എന്ന സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നമ്മുടെ സ്റ്റേറ്റ് ഡിപ്പോയിൽ വരികയും അവിടെ നമ്മുടെ ഷോപ്പിലേക്ക് എത്താൻ കുറെ ടൈം എടുക്കും. ഇതൊന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഓൺലൈൻ സിസ്റ്റത്തിൽ കാര്യങ്ങൾ നടക്കില്ല. അപ്പോ പ്രോമിസ്, അതായത് പാലിക്കാൻ പറ്റാത്ത ഒരു വാഗ്ദാനങ്ങൾ ഒരു കസ്റ്റമർക്കും കൊടുക്കരുത്. ദെൻ അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ബി ഹെൽപ്ഫുൾ. പല കാറ്റഗറി ആളുകൾ വരും. പ്രൊഡക്റ്റ് ഒക്കെ എടുത്തിട്ട് കെട്ടിക്കൂട്ടി വണ്ടിയിൽ എടുത്ത് വയ്ക്കാൻ പറ്റാത്ത ആളുകൾ അവരൊന്ന് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും അവരെന്നും നിങ്ങളെ ഓർത്തിരിക്കും. എന്നും നിങ്ങളെ ഓർത്തിരിക്കും, ഒരു സംശയമില്ല. എന്ത് ചെറിയൊരു കാര്യത്തിന് നിങ്ങൾ ചെറിയ ഹെൽപ്ഫുൾ, ബി ഹെൽപ്ഫുൾ. അത് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്താണ്? അഡ്രസ് കംപ്ലൈൻസ്. ആർസിമിലല്ല, ജീവിതത്തിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട് അല്ലെ? പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇതുമില്ല. പ്രശ്നങ്ങളില്ലാത്ത ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനില്ലാത്ത അവസ്ഥ ഉണ്ടാവണം. അപ്പൊ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഡെഡ് ബോഡിക്കും പ്രാന്തന്മാർക്കും മാത്രമാണ് പ്രശ്നങ്ങളില്ലാതെ. മറ്റെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ആർ സി ബിസിനസ്സിൽ പ്രശ്നങ്ങളുണ്ട്, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയരുത്. അത് കേൾക്കാനുള്ള ഒരു സന്മനസ്സുണ്ടാവണം. ആട്ട കഴിഞ്ഞ തവണ കിട്ടിയ ആട്ട മുൻപ് കിട്ടിയ ആട്ടയെ പോലെ അത്ര നല്ലതല്ല, ഭയങ്കര പശയാണ്. നന്നായിട്ട് കേൾക്കുക. കാരണം ഈ ഉത്തരേന്ത്യയിലെ ഗോതമ്പ്, നമ്മുടെ നാട്ടിൽ നെല്ല് പലതരത്തിലും നെല്ലുണ്ട്. പണ്ട് കാലത്ത് 58 ഉണ്ടായിരുന്നു, ജയ നെല്ലുണ്ടായിരുന്നു, ചിറ്റേനി ഉണ്ടായിരുന്നു. ജയ നെല്ല് വെളുത്തിരിക്കും, ചിറ്റേനി ഏകദേശം കറുത്തിരിക്കും. രണ്ടിനും ടേസ്റ്റ് ഒരുപോലെയല്ല. ചില നെല്ലിന് അരിക്ക് കയ്പുണ്ടാവും. ഇതൊക്കെ അറിയുന്ന ആളുകളെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ ഗോതമ്പിന്, ചില ഗോതമ്പിന് പശ കൂടും അല്ലെ? പച്ചരിക്ക് പശ കൂടുതലാണ്, ചില അരിക്ക് പശ കൂടാതെ, ചില ഗോതമ്പിന് പശ കൂടും. അപ്പൊ ആളുകൾ കരുതത് ആട്ട കൂടുതലാണ്, മൈദ കൂടുതലാണെന്നൊക്കെ പറയും. അപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അവരെ അഡ്രസ് ചെയ്യണം. ഇനി ഒരു ഉൽപ്പന്നം വാങ്ങിച്ചു ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഓക്കെ, എന്താ ചെയ്യേണ്ടത്? അവരോട് ചോദിക്കുക, സാറേ എന്തായിരുന്നു പ്രോബ്ലം? ഓക്കെ, അതിന്റെ ബാച്ച് നമ്പറും ഡേറ്റ് ഓഫ് മാനുഫാക്ചറും തരും, ഞാൻ കമ്പനി അറിയിക്കാം. അല്ലെങ്കിൽ ഇന്ന നമ്പറിൽ info@rc അല്ലെങ്കിൽ info@rcmworld.com നമ്മുടെ കംപ്ലൈന്റ് അല്ലെങ്കിൽ കസ്റ്റമർ കെയറിലേക്ക് ഒരു മെയിൽ കൊടുക്കുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കമ്പനി അറിയിക്കണം. അറിയിക്കാത്തടത്തോളം കാലം അവരൊന്നും അറിയില്ല. ഒരേപോലെ ചാനലിലൂടെ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. സോ ഡോണ്ട് മേക്ക് പ്രോമിസസ് ദാറ്റ് യു കാൻ കീപ്. അഡ്രസ് കംപ്ലൈന്റ്സ്. എന്ത് പ്രശ്നം വന്നാലും അതിനൊരു പരിഹാരം അവിടെ നിർദ്ദേശിച്ചു കൊടുക്കുക അല്ലെ? ഫാൻ വാങ്ങിച്ചു, ഫാൻ ആദ്യത്തെ ഒരു കറക്കം കറങ്ങിയ ഫാൻ തന്നു, തിരിച്ചു വാങ്ങിക്കുക, തിരിച്ചു വാങ്ങിച്ച് അത് കമ്പനിയെ അറിയിക്കുക, ഡിപ്പോയെ അറിയിക്കുക. അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവരുടെ പെർമിഷനോട് അത് മാറ്റാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. ഇപ്പൊ കുക്കർ വാങ്ങിച്ചു, കുക്കർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഇഷ്ടം പോലെ കംപ്ലൈന്റുകൾ ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യണം. നിങ്ങൾ ഒരു കംപ്ലൈന്റ് ആയിട്ട് ഒരു കസ്റ്റമർ കടയിൽ വന്ന്, ശരിയാണ് നമുക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, ബട്ട് ഇന്നത്തെ നഷ്ടം നാളത്തെ വലിയ വലിയ ലാഭങ്ങളായിട്ട് മാറും. അതിന്റെ തെളിവാണ് നമ്മൾ നേരത്തെ സംസാരിച്ച സുജിത് സാറ് അല്ലെ? അദ്ദേഹത്തിന്റെ ആ തുടക്കത്തിലെ കഥ കേട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആ വഴി കൂടെ പോവില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം കോർ ലീഡറാണ്. കോർ ലീഡർ അത് ചെറിയ കാര്യമല്ല. അപ്പോൾ അഡ്രസ് കംപ്ലൈൻസ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ വയ്ക്കുക, അതിന് എന്ത് ആക്ഷൻ എടുത്തുന്ന അവിടെ തന്നെ എഴുതി വയ്ക്കുക. എനിക്കറിയാം 99% കടകളിലും കംപ്ലൈന്റ് രജിസ്റ്റർ ഇല്ലേ?
ഐ നോ ഇറ്റ് വെരി വെൽ വെരി വെൽ വെരി വെൽ. കാരണം ഞാൻ ധാരാളം ഷോപ്പുകൾ കയറാൻ ചോദിക്കാൻ നമുക്ക് സാധനമില്ല, ആരും പറഞ്ഞിട്ടില്ല ലീഡേഴ്സ് അതിനെ കുറിച്ച് നോട്ട് ബോതേഡ്. ഒരു സൈൻ ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് ഒരു ടെക്നിക്കൽ അച്ചീവറും റോയൽറ്റി അച്ചീവറും സൈൻ ചെയ്താൽ മാത്രം ഒരു ഷോപ്പ് അലോട്ട് ചെയ്യുള്ളൂ. അവിടെ മാത്രമേ അവരുടെ പ്രശ്നം, പിന്നീട് ഒന്നുമില്ല. സോ അഡ്രസ് കംപ്ലൈന്റ്, പലതരത്തിലുള്ള കംപ്ലൈന്റ് ഉണ്ടായിരിക്കും. പലരും പറയും ആട്ട ഓയിൽ ചായപ്പൊടിക്ക് മുന്നത്തെ പോലെ ടേസ്റ്റ് ഇല്ല. എപ്പോഴും ഒരേ ഏരിയയിലത്തെ തേയിലയല്ല, ഓരോ ഏരിയയിലത്തെ തേയിലയ്ക്ക് ഓരോ ടേസ്റ്റ്. എന്നാലും RCM അത് പരമാവധി ഒരേ ലെവലിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സംഭവിക്കാം. സോ അക്സെപ്റ്റ് ഇറ്റ്. ആദ്യം യെസ് പറഞ്ഞ പിന്നെ കൺഫ്യൂഷൻ. നമ്മൾ ആദ്യം നോ പറഞ്ഞാലോ അവർ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവും, അവർ കൂടുതൽ റൈസപ്പ് ആവും, ഓട്ടോമാറ്റിക്കലി ഒരു ബിസിനസ് റിലേഷൻ മോശമാവും. സോ അഡ്രസ് കംപ്ലൈന്റ്, ദെൻ ആൻസർ യുവർ ഫോൺ. വിളിച്ചാൽ ഒരു ഷോപ്പുകാരുടെ ഏറ്റവും വലിയ, ഷോപ്പുകാരന്റെ നല്ല, അപ്പൊ ഞാൻ ഒരാളെ വിളിച്ചു, ഒരു തവണ വിളിച്ചു, 2 തവണ വിളിച്ചു, 3 തവണ വിളിച്ചു, പിന്നെ വിളിക്കില്ല, കഴിഞ്ഞ പരിപാടി അല്ലെ. ഷോപ്പിലേക്ക് ഒരു കോൾ ചെല്ലുമ്പോൾ സാധാരണ നമ്മളെ ലാൻഡ് ലൈൻ ഒന്നും യൂസ് ചെയ്യാറില്ല, മാക്സിമം എന്താണ് മൊബൈലിലാണ്. വിളിച്ചാൽ ഒന്ന് തിരിച്ചു വിളിക്കുക അല്ലെ. ഒരു കോൾ ഹിസ്റ്ററി 60-ലധികം കോളുകൾ എനിക്ക് വരാറുണ്ട്. എനിക്ക് പറ്റാവുന്ന രീതിയിൽ രാത്രി 11:15 വരെ ഞാൻ തിരിച്ചു വിളിക്കും. പറ്റാവുന്ന രീതിയിൽ, എല്ലാവരും വിളിക്കാനൊന്നും പറ്റില്ല. പേഷ്യൻസ് ആയിരിക്കും, പല കാറ്റഗറി ആളുകളായിരിക്കും. സോ ആൻസർ യുവർ ഫോൺ. ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു നല്ല കസ്റ്റമർ സർവീസാ അല്ലെ. നിങ്ങളൊരാളെ വിളിച്ചു, 4 തവണ വിളിച്ചു, പിന്നെ വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ, തിരിച്ചു വിളിച്ചില്ലെങ്കിൽ യു വിൽ കട്ട് ദാറ്റ് റിലേഷൻ. നമുക്ക് എന്താ അവിടെ നല്ല കസ്റ്റമർ ഗ്രൂപ്പ് വേണം അല്ലെ. ആൻസർ യുവർ ഫോൺ. അത് 5-മത്തത്. 6-മത്തെ എന്താണ്? ലിസൺ. ബി എ ഗുഡ് ലിസണർ. RCM ഷോപ്പിൽ വന്ന് എന്ത് പ്രശ്നം പറയുന്ന ഒരാളെന്ന് ആളുകൾക്ക് വീട്ടിലാണെങ്കിൽ, കുറച്ച് മുതിർന്ന ആളുകളാണെങ്കിൽ അവർ പറയുന്നത് ഭാര്യ കേൾക്കില്ല, അല്ലെങ്കിൽ ഭർത്താവ് കേൾക്കില്ല, മക്കളെ തീരെയും കേൾക്കില്ല. അപ്പൊ കടയിലൊക്കെ വരുന്നത് കുറച്ച് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. എന്നോട് പല കടയിലിരിക്കുന്ന പല സ്റ്റാഫും പറയാറുണ്ട്, ചില ആളുകൾ വന്നങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അവർ കടയിൽ വന്ന് പോകണമെന്നില്ല, വർത്താനം പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ഒരു സമാധാനമാണ്. അപ്പൊ ലിസൺ. അവർ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ പേഴ്സണൽ ആയിരിക്കും, ഇത് കേട്ടോളൂ, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പൊ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക. ബി എ ഗുഡ് ലിസണർ. അത് ഇതിലല്ല, ഏത് മേഖലയിലും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ലൈഫിലെ എല്ലാവരുടെയും അമ്മമാര്. അതുകൊണ്ടാണ് അമ്മമാരെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മ ഭംഗിയായിട്ട് ശ്രദ്ധയോടുകൂടി കേൾക്കും. ഒട്ടും ശ്രദ്ധയില്ലാത്ത ഒരാളെ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല അല്ലെ. സോ ലിസൺ കെയർഫുള്ളി. ദെൻ 7, ത്രോ സംതിങ് എക്സ്ട്രാ. ഒരു കസ്റ്റമർ ഒരു ഷോപ്പിലേക്ക് വരുന്നു. ഈ സ്ലൈഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത്, ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അത്രയും ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുക. ഒരു കസ്റ്റമർ കടയിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം. അപ്പൊ നമുക്ക് ഗിലോയ് തുളസി വന്നു അല്ലെ. ഗിലോയ് തുളസി വന്നു, അടിപൊളി പ്രൊഡക്റ്റ്. 10-40ഓളം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രതിരോധമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റിൽ ഇപ്പോ അതിന്റെ കൂടെ 9 ചേരുവകൾ കൂടി ചേർത്ത് വന്നു. ടോട്ടൽ 9 ചേരുവകൾ, നവരസങ്ങള് അല്ലെ, 9 ഔഷധികളെ സത്ത് കൂടി അതിൽ ചേർത്ത് വന്നു. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ എന്നെ വിളിച്ചു, എന്താണെന്നറിയില്ല, നിങ്ങളുടെ എന്താ പറയാ, നമ്മുടെ എന്ന് പറയാനുള്ള സമയമായിട്ടില്ല. കാരണം മേം മാലിക് ഹും എന്ന വാക്കിന്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലാക്കാറില്ല. നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന് ഇപ്പൊ ഭയങ്കര കയ്പാ. അപ്പൊ ഞാൻ ഒരു എന്തിനാ കയ്പ്? നമ്മുടെ ഗിലോയ് തുളസിയിൽ കയ്പ് വരാനുള്ള കാര്യം, അതിൽ 9 ചേരുവകളുണ്ട്. ഇന്ന് രാവിലത്തെ ഒരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. 9 ചേരുവകളിൽ കിലോ ചിറ്റമൃതുണ്ട്, തുളസിയുണ്ട്, അശ്വഗന്ധയുണ്ട്, ആര്യവേപ്പുണ്ട്, മുരിങ്ങയുണ്ട്, പുനർനവ അല്ലെങ്കിൽ തഴുതാമയുണ്ട്, കിരിയാത്തുണ്ട്, കുടവരോഹിണിയുണ്ട്, അർജുന അല്ലെങ്കിൽ നീർമരുത് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. ഈ 9 ചേരുവകൾ ചേരുമ്പോൾ അതിന്റെ ഗുണം 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു കടയിലിരിക്കുന്ന കസ്റ്റമർ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിന് ഇത് മനസ്സിലായില്ലെങ്കിൽ ആരത് പറഞ്ഞു കൊടുക്കുക? പലരും പറഞ്ഞു, എന്താണെന്നറിയില്ല, ഇപ്പൊ വരുന്ന നമ്മുടെ ഗിലോയ് തുളസിയൊക്കെ പെട്ടെന്ന് കളർ മാറുന്നു. കളർ മാറിയതല്ല, ഈ ചേരുവ ചേർത്ത അതിന്റെ ലേബൽ വായിക്കുന്ന ഒരു നല്ല ശീലം പലപ്പോഴും നമുക്കില്ല. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് പഠിക്കണം. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു കണ്ടന്റ് ഉണ്ടല്ലോ, മറ്റൊരു ബോട്ടിലുണ്ടല്ലോ, അലോവേര ജ്യൂസ്. മുമ്പ് അലോവേര മാത്രമായിരുന്നു, ഇപ്പൊ അതിന്റെ കൂടെ എന്തുണ്ട്? അംല ജ്യൂസ് ഉണ്ട്. അംല, നെല്ലിക്ക ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ളതാണ്. അത് മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ആണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതൽ നല്ലൊരു സാധനം വേറെ ഇല്ല. അതിന്റെ കൂടെ എന്തുണ്ട്? സീബക് തോൺ ഉണ്ട്. ഇന്റേണൽ ഇൻഫ്ലമേഷൻ ഏറ്റവും നല്ലത്. ഇപ്പൊ മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ അലോവേര ജ്യൂസ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, മോഷൻ കുറവുള്ള സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഇൻഫ്ലമേഷൻ കൊടുക്കുന്ന സമയത്ത് അന്ന് കിട്ടുന്നതിന്റെ 2-3 മടങ്ങ് റിസൾട്ട് ഇപ്പൊ കിട്ടും. കാരണം സീബക് തോൺ, സമുദ്രക്കനി എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ചേരുവ, അത് ഇന്റേണൽ ഇൻഫ്ലമേഷൻ ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്നതാണ്. ഇത് നമ്മൾ പഠിക്കാതെ, നമ്മൾ മനസ്സിലാക്കാതെ എങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുക? പണ്ടൊക്കെ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ട്രെയിനിങ് ഒന്നുമില്ല. കാരണം ദിവസം പ്രതി 3-4 പ്രൊഡക്റ്റുകൾ വരികയാണ്. കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസം 4000 ചില്ലാനം പ്രൊഡക്റ്റ്, ഇപ്പൊ 5000 ക്രോസ് ചെയ്തു. ഓരോ ദിവസവും പുതിയ പ്രൊഡക്റ്റുകൾ വരിക. അത് പഠിക്കണം. ഇവിടെ എത്ര കൂടുതൽ പഠിക്കുന്നു അത്രയും നമുക്ക് വളരാൻ സാധിക്കും. സോ എന്തെങ്കിലും സംതിങ് എക്സ്ട്രാ നമ്മൾ കസ്റ്റമേഴ്സിനോട് കൊടുക്കണം. എന്തെങ്കിലും സംതിങ് എക്സ്ട്രാ, ടേക്ക് ദ എക്സ്ട്രാ സ്റ്റെപ്പ്. ഇപ്പൊ നമ്മൾ പറയണം, നമുക്ക് പുതിയ പ്രൊഡക്റ്റ് വരാൻ പോകുന്നു. ഇപ്പൊ മൊബൈലുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രൊഡക്റ്റുകൾ വരുന്നു അല്ലെ, പുതിയ ഓഫർ, നമ്മുടെ TCGയുടെ
ഒന്ന് രണ്ട് മെസ്സേജുകളൊക്കെ ഉണ്ട്, പുതിയ പ്രൊഡക്റ്റിൽ വരുന്നു, ഒന്ന് അവരോട് പറയാ. എന്തെങ്കിലും സംതിങ് എക്സ്ട്രാ കൊടുക്കുക. സാധാരണ ഒരു കസ്റ്റമർ എന്താ ചെയ്യുക, പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തി കടയിൽ വരുന്നു, 5-6 പ്രൊഡക്റ്റ് എടുത്ത് നമ്മളൊരു ബാസ്ക്കറ്റിൽ ഇടുന്നു, അവരത് ബില്ലടിക്കുന്നു, കൊണ്ടുപോകുന്നു. പല സ്റ്റാഫ് ഒന്നും മിണ്ടില്ല. അതേസമയം ആ കസ്റ്റമർ കൂടെ നടന്ന് അവരെ കൂടെ നിന്ന്, സാർ ഈ പ്രൊഡക്റ്റ് ഇത് കിലോ തുളസി ഇന്ന പ്രശ്നങ്ങളൊക്കെ നല്ലതാണ്, മൂത്രത്തിൽ കല്ലുണ്ടെങ്കിൽ ഇത് പോകാൻ നല്ലതാണ്, ഉപയോഗിച്ച് നോക്കൂ, ധാരാളം ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ന്യൂട്രിചാർട്ട് വുമൺ, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒരു 60% പരിഹരിക്കാൻ ഇത് ധാരാളമാണ്. കാരണം എന്താ, ഇതൊരു പോഷകാഹാരമാണ്, മരുന്നല്ല. അതുകൊണ്ട് തന്നെ അത് എല്ലാ സ്ത്രീകൾക്കും, ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലെ സ്ത്രീകൾക്ക് കഴിക്കാം എന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു പക്ഷെ അപ്പോൾ അവർ വാങ്ങിക്കില്ല. പിന്നീട് ഒരു അവസരം വരുമ്പോൾ അവരത് തീർച്ചയായിട്ടും ഓർത്തിരിക്കും. സോ ഓൾവേസ് ത്രോ സംതിങ് എക്സ്ട്രാ. നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് എക്സ്ട്രാ കിട്ടും. എനിക്കറിയാം പല ഷോപ്പുകളിലും ഒരു കസ്റ്റമർ കയറി വരുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് അവിടെ ഇരിക്കും, മിക്കവാറും ഒരു മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കും, കീഴോട്ട് നോക്കിയിരിക്കും. കസ്റ്റമർ വന്ന് കടയിലെ സാധനം മുഴുവൻ കട്ടുകൊണ്ട് പോയാലും കസ്റ്റമർ പുറമേ നിന്ന് ആരെങ്കിലും വന്ന് കടയിലെ സാധനം മൊത്തം സഞ്ചിയിലാക്കിക്കൊണ്ട് അറിയാത്ത മട്ടില് കടയിൽ ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുന്ന ആൾ എനിക്കുണ്ടായ അനുഭവമാണ്. ഞാനൊരു കടയിൽ വെറുതെ കയറി ചെന്നു, പ്രത്യേകിച്ച് ഡ്രസ്സൊന്നുമില്ല. ആ കടയിലിരിക്കുന്ന സ്റ്റാഫ് ഇന്നൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ കയറി ചെന്ന് നോക്കൂ, ഞാൻ തിരിച്ചിറങ്ങുന്ന വരെ ആള് മുഖം ഉയർത്തിയില്ല. ഇങ്ങനെയുള്ള സ്റ്റാഫൊക്കെ ഇരുന്ന് എങ്ങനെ കച്ചവടം ഉണ്ടാവുക? ഓക്കെ, സോ ഈ പറയുന്ന 8 കാര്യങ്ങൾ ഒരു നല്ല കസ്റ്റമർ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ, ഈ 8 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ കടയിലേക്ക് ആളുകൾ വരും. അൺബയാസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക ആളുകളെ, ഒരു മുൻവിധി ഇല്ലാണ്ട് ആളുകളെ അപ്രോച്ച് ചെയ്യുക. ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ ഒന്ന് നമ്മൾ എണീറ്റ് ചിരിച്ച് ഒന്ന് 2 വാക്ക് സംസാരിച്ചാൽ, സാർ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, നമസ്കാരം ചേച്ചി എന്ന് പറഞ്ഞ നഷ്ടമൊന്നുമില്ല അല്ലെ, അതിന് GST ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. സോ ഈ 8 കാര്യങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എനിക്കറിയാം നല്ലൊരു ശതമാനം ഷോപ്പുകൾ ഇങ്ങനെ പരിപാടിയല്ലേ. ഞാൻ പറയുന്നത് എല്ലാ സീനിയർ ലീഡേഴ്സിന് വേണ്ടി ഒരു ട്രെയിനിങ് കൊടുക്കാം. ദ ക്ലീൻ ഷോപ്പ് ഈസ് എ സേഫ് ഷോപ്പ്. ഒരു നല്ല ഷോപ്പ്, വൃത്തിയുള്ള ഷോപ്പ്. അല്ലെ, വീടും അങ്ങനെ തന്നെയല്ലേ. ചില വീട്ടിലേക്ക് കയറി ചെന്ന് അങ്ങോട്ട് ഇരിക്കാൻ തോന്നുന്നില്ല, ആകെ കൂടി ഒരു സ്മെല്ലാണ്. അതുപോലെ തന്നെ ചില കടകളിൽ ചിലപ്പോൾ ആകെ പൊടി പിടിച്ച് എല്ലാം ഒരു സിഗ്സാഗ് വേയിൽ, അതായത് ഇങ്ങനെ അലങ്കോലപ്പെട്ട രീതിയിലേക്ക് കിടക്കുന്നുണ്ടാവുക. മിക്കവാറും ആളുകൾ പ്രത്യേകിച്ച് തുണിയൊക്കെ ഉള്ള കടകളിലാണ് ചെന്ന് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വന്നൊക്കെ തുറന്നിട്ട് അതേപടി അങ്ങനെ കിടക്കുന്നുണ്ടാവും അല്ലെ. ഓപ്പൺ ആയിട്ടുള്ള പല അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ തുറന്ന് കിടക്കുന്നുണ്ടാവും. അത് ഭംഗിയാക്കി വെക്കേണ്ട ഉത്തരവാദിത്തം ആ കടയിലെ സ്റ്റാഫിനുണ്ട്. ഒരു നല്ല ലീഡർ അവിടെ വന്നാൽ അത് ചെയ്യും. ഒരു പ്രൊഡക്റ്റ് എവിടെയെങ്കിലും തെറ്റായി വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാം മോട്ട്സാർക്ക് പലപ്പോഴും പല കടകളിൽ ചെന്നിട്ട് മാറ്റി വെച്ചൊരു പ്രൊഡക്റ്റ് അതിന്റെ ഒറിജിനൽ സ്ഥാനത്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സഫയർ ആയിട്ട് നിൽക്കുന്നത്. സോ എ ക്ലീൻ ഷോപ്പ് ഈസ് എ സേഫ് ഷോപ്പ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. ക്ലീൻനെസ് ഈസ് ഹെവൻലിനെസ് നമ്മൾ പറയാറുണ്ട്. ദെൻ എങ്ങനെയാണ് ഒരു ഷോപ്പ് അലോട്ട് ചെയ്യുന്നത്? ഒരു ഷോപ്പ് അലോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അപ്ലിക്കന്റ് ഒരിക്കലും ഒരു ഡയറക്ട് സെല്ലർ ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ നിർബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻകം ഒരേ ഐഡിയിൽ വരും, ഒരേ പേരിൽ വരും. അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഹസ്ബൻഡിന്റെ പേരിൽ ഐഡി ഉണ്ട്, ഐഡിയ ആണ് ഡെവലപ്പ് ചെയ്യാൻ ആ ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നെങ്കിൽ വൈഫിന്റെ പേരിൽ ഷോപ്പ് എടുക്കുക. അതാണ് നല്ലത്. അല്ലെങ്കിൽ കൂടുതൽ തലവേദന, ആ തലവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, ആ തലവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് സുജിസാറ്. അത് അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുക. 2 ഇൻകം ഒരേ ഐഡിയിൽ വരുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഓൺലൈനിൽ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. www.rcmbell.com പോയിട്ട് നമുക്ക് അതിന്റെ ഫോമാറ്റ് ഞാനിത് കാണിച്ചു തരാം. അതിൽ നമ്മുടെ ബേസിക് ഡാറ്റാസ് എല്ലാം അപ്ലോഡ് ചെയ്യണം, ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ്. അപ്പൊ ഇതൊക്കെ എന്തൊക്കെ വേണം എന്നുള്ളത് ആദ്യം ആ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പേജ് ഫില്ല് ചെയ്തു, അടുത്ത പേജ് ഫില്ല് ചെയ്യുമ്പോഴേക്ക് എന്തൊക്കെ വേണമെന്ന് അറിയില്ല. അപ്പൊ എല്ലാം മുൻകൂട്ടി റെഡി ആക്കി വെക്കുക. നമ്മുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അറൗണ്ട് ഏറ്റവും ഒടുവിലത്തെ തൊട്ട് മേലെയായിട്ട് അങ്ങനെ ഒരു കോളം ഉണ്ടായിരിക്കും. അതിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇത് നമുക്ക് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ സീനിയർ ലീഡേഴ്സ് അത് പറഞ്ഞു തരും. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ് അതിൽ വേണ്ടതെന്നുള്ളത്. സോ PUC അപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യുന്നു. അതിൽ ഒരു റോയൽറ്റി അച്ചീവറും ടെക്നിക്കൽ അച്ചീവറും അതിൽ സൈൻ ചെയ്യണം. സൈൻ ചെയ്യാനുള്ള എല്ലാം ഓൺലൈനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവരുടെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ മൊബൈലിലേക്ക് ഒരു OTP ചെല്ലും. OTP ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവർ OTP അതിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സൈൻ ചെയ്യുന്ന തുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഷോപ്പിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. പലർക്കും അത് അറിയില്ല. അത് ഇറ്റ് ഈസ് ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ്. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അപ്പൊ അത് വെരിഫൈ ചെയ്യണം. ഞാനത് പറഞ്ഞു. ആപ്ലിക്കന്റ്, റോയൽറ്റി അച്ചീവർ, ടെക്നിക്കൽ അച്ചീവർ അത് വെരിഫൈ ചെയ്യണം. എല്ലാ ക്ലിയറൻസിന് ശേഷം നമ്മൾ അതിന്റെ ഒരു റിഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 10,000 രൂപ കൊടുക്കണം. പ്ലസ് നമ്മുടെ അതിനൊരു സ്കെച്ച് കൊടുക്കണം. ആ റൂമിന്റെ സൈസ് അനുസരിച്ച് നമ്മൾ സ്കെച്ച് കൊടുക്കണം. ആ റൂമിന്റെ സൈസിന്റെ ഫ്രണ്ടേജ് ഏരിയ അനുസരിച്ച് എത്ര സൈസുള്ള ബോർഡ്, 6x3 നമ്മൾ സാധാരണ, ചിലപ്പോൾ 8x3 ഒക്കെ ഉണ്ടാവും. അപ്പൊ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് 438 രൂപ പെർ സ്ക്വയർ ഫീറ്റിന് വില വരുന്ന രീതിയിൽ അതും കൂടി നമ്മൾ അടയ്ക്കണം. പ്ലസ് റാക്കിന്റെ വില അത് കമ്പനി തന്നെ ഏകദേശം അറിയിക്കും. അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് എത്രയാണോ വരുന്നതനുസരിച്ച് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് അടയ്ക്കാം.
ദെൻ ഓൺ റെസിപ്റ്റ് ഓഫ് കമ്പനി വിൽ അലോട്ട് PUC കോഡ് ആൻഡ് പാസ്വേഡ്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി ഒരു PUC നമ്പർ അലോട്ട് ചെയ്യും. 14 ദിവസത്തിൽ 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ 5 ലക്ഷം രൂപയുടെ മിനിമം പർച്ചേസ്. ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ പർച്ചേസ് ഒന്നുമല്ല. മുൻപ് ഏകദേശം ഒരു 200-300 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്ന സമയത്താണ് ഇതൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഒരു സെഗ്മെന്റിന്റെ മാത്രം പ്രൊഡക്റ്റ് എടുത്താൽ 5 ലക്ഷം മതിയാവില്ല. കാരണം ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ധാരാളം ആളുകൾ ഇന്ന് രാവിലെ ഒരു PUC ഓണർ എന്നെ വിളിച്ചു പറഞ്ഞു, വണ്ടിക്കാരൻ വണ്ടി ചാർജ് കൂട്ടി, കമ്മീഷൻ കൂട്ടി. നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത് ഷോപ്പിലെ സെയിൽ മാത്രം കൂട്ടാനല്ല, ഒരു ടീം ബിൽഡ് ചെയ്യാനാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. പഴയ PUCയുടെ ബെനിഫിറ്റ് ഇത് ഒരുപക്ഷെ കാര്യമായിട്ട് ആരും വിഷ്വലി കാണിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഈ പറഞ്ഞ 13-ന് ശേഷം നടന്ന PUCയുടെ ഫിസിക്കൽ പ്രോഗ്രാമിൽ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ഇല്ല എന്ന് പറയുന്നതൊന്ന് മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. 2007 മുമ്പ് ജോയിനിങ് കിറ്റിന് 5% കമ്മീഷൻ. എങ്ങനെയാ വണ്ടിയോട്? റീപർച്ചേസിന് 6% കമ്മീഷൻ. ഒന്ന് ജോയിനിങ് കിറ്റ്, റീപർച്ചേസ്. 2007 വന്നപ്പോൾ ജോയിനിങ് രണ്ടും 7% മാറ്റി. 2009 വന്നപ്പോൾ ആട്ടയ്ക്ക് ഓയിലിനും 7%, മറ്റെല്ലാ പ്രൊഡക്റ്റുകൾക്കും 8%. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് മൂർത്തി സാറ് പലപ്പോഴും പല ക്ലാസ്സിലും പറയാറുണ്ട്. 2007 എലൈറ്റ് ചായപ്പൊടി 500 ഗ്രാമിന് 65 രൂപ. അതിന്റെ 7% കമ്മീഷൻ കിട്ടിയത്. 4 രൂപ 55 പൈസന് 65 രൂപയുടെ ചായപ്പൊടി കിട്ടും. ഇന്ന് അതേ ചായപ്പൊടി 236 രൂപ. അതിന് 8%. സാധാരണ നന്നായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു 9% കിട്ടും. അത് ഇൻസെന്റ് ഞാൻ കൂട്ടിയിട്ടില്ല. 18 രൂപ 88 പൈസ. എത്ര മടങ്ങ് ബെനിഫിറ്റ് ഉണ്ട്. പലരും പറയാറുണ്ട് സംഗതിയൊക്കെ ശരിയാണ്, അറയിലുണ്ട്, അളവിലുണ്ട്, പത്തായത്തിലില്ല. അങ്ങനെ ഒരു ചൊല്ല് പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ അവസ്ഥ. അപ്പോൾ ഇത് 18 പോയിന്റ് പിന്നെ അതിൽ 1.5% ഒരു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 20 ക്രോസ് ചെയ്യും. അപ്പൊ ഏകദേശം 5 മടങ്ങോളം നമുക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ നമ്മൾ ഈ ബെനിഫിറ്റിനെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. പല ആളുകളും PUC പറഞ്ഞിരിക്കുക, അതിനപ്പുറത്തേക്ക് നമുക്കൊന്ന് കടക്കാൻ സാധിക്കണം. അന്നും ഇന്നും ചായപ്പൊടിയുടെ പർപ്പസ് സെയിം, ചായപ്പൊടിയുടെ ഉപയോഗം സെയിം ആണ്. 500 ഗ്രാം ഉപയോഗിക്കുന്നത് ചിലപ്പോൾ 500 കുറച്ചുകൂടി കൂടുതൽ ഉപയോഗിക്കും. അപ്പോ അന്ന് സെയിൽസ് ബെനിഫിറ്റ് ഇൻക്രീസ് വിത്തൗട്ട് ഇൻക്രീസ് ഇൻ കസ്റ്റമർ ബേസ് അല്ലെ. ഒരേ വ്യക്തി തന്നെ അത്ര തന്നെ ആളുകൾ ഇന്നുണ്ടായിരുന്നെങ്കിലും നമുക്ക് ബെനിഫിറ്റ് കൂടി. ശരിയാണ്, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് കൂടിയിട്ടുണ്ട്, കൺസ്യൂമേഴ്സ് പ്രൈസ് ഇൻഡെക്സ് കൂടിയിട്ടുണ്ട്, ജീവിത ചെലവ് കൂടി. അപ്പൊ വരുമാനം കൂട്ടുന്ന വഴി നമുക്ക് ഇതിന്റെ കൂടെ ഉണ്ട്. ഒരാളോടും നമ്മൾ പറയുന്നില്ല RCMന്റെ ഷോപ്പ് മാത്രം. അങ്ങനെ എനിക്ക് RCM ഷോപ്പ് നടത്തി വടക്കാഞ്ചേരി അടിപൊളി ഒരു ഷോപ്പ് മാത്രമായിട്ട് കഴിയാമായിരുന്നു. അതല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് അത് നിങ്ങളുടെ ടീം ബിൽഡ് ചെയ്യാൻ ഒരു വേദിയാണ്. സോ സെയിൽസ് ബെനിഫിറ്റ് ഇൻക്രീസ് വിതൗട്ട് ഇൻക്രീസ് കസ്റ്റമർ ബേസ്. EV അന്ന് 33 ആയിരുന്നു, ഇന്ന് 116 4 മടങ്ങ് വർധനവ്. പക്ഷേ അന്നത്തെ റോയൽറ്റി കണ്ടീഷൻ ഇന്നത്തെ റോയൽറ്റി കണ്ടീഷൻ സെയിം ആണ്. A സൈഡ് മിനിമം 3.5 ലക്ഷം വരണം, സെൽഫും B സൈഡും കൂടി 1.15 വന്നാൽ റോയൽറ്റി. ഓക്കെ, അന്ന് 6%, ഇന്ന് 8% റോയൽറ്റി. ആലോചിച്ച് നോക്കുക. അപ്പോ കാര്യങ്ങൾ ഇന്ന് കുറച്ചുകൂടി ഈസിയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കില്ല. ഷോപ്പ് എന്ന് വെച്ചാൽ ഷോപ്പ്, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. പലപ്പോഴും പല ഷോപ്പുകളും ഡയറക്ട് മാർക്കറ്റിംഗ് ആണ്, പക്ഷെ ചെയ്യുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയിലാണ്. സാധനങ്ങൾ കൊടുക്കുക, പൈസ വാങ്ങിക്കുക, സാധനങ്ങൾ കൊടുക്കുക, പൈസ. അതിനപ്പുറത്തേക്ക് കിടക്കുന്നില്ല. പ്രൊഡക്റ്റ് ഡേ ടു ഡേ നമ്മളിപ്പോൾ 5000 പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ഡെയിലി യൂസബിൾ അല്ലാതെ. പക്ഷെ ഡെയിലി യൂസബിൾ ആയിട്ടുള്ള 400ഓളം പ്രൊഡക്റ്റ് ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ 30 പ്രൊഡക്റ്റ്. ഇന്ന് പുതിയതായിട്ട് വന്ന ഒരാൾ RCMനെ പരിചയപ്പെടുമ്പോൾ 400 ഡെയിലി യൂസബിൾ പ്രൊഡക്റ്റ്, അറൌണ്ട് 5000+ ഓൾ ടുഗദർ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസിയാണ്. എന്നിട്ടും നമ്മൾ ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ ഇതിനെ സീരിയസ് ആയിട്ട് എടുത്ത്. PUC നമ്മൾ പർച്ചേസ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് PUC കമ്മീഷൻ വന്നില്ല. PUC കമ്മീഷൻ വരില്ല, അത് പ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. 2014 മുതൽ ആട്ടയ്ക്ക് ഓയിലും 7%, FMCGക്ക് 8%, ടൂൾസ് 10%. അത്രയും ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഉൽപ്പന്നങ്ങൾ ഡിപ്പോയിൽ നിന്ന് കിട്ടുന്നത്. ആട്ട 7, FMCG 8. അപ്പൊ നോക്കിക്കോളൂ, ടൂൾസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഒരു ആവറേജ് ഒരു 7.5%. കാരണം ആട്ടയും ഓയിലും കൂടിയുള്ള സെയിലും ഏകദേശം മറ്റെല്ലാ പ്രൊഡക്റ്റ് സെയിലും ഏകദേശം ഈക്വൽ ആയിരിക്കും, ഏകദേശം ഒരു 7.5%. ദെൻ സെയിൽസ് ഇൻസെന്റീവ് ഏപ്രിൽ സെപ്റ്റംബർ സൈക്കിളിൽ, ഒക്ടോബർ മാർച്ച് അർദ്ധവാർഷിക കണക്കെടുപ്പില് നമ്മുടെ സെയില് 12 ലക്ഷം ആവറേജ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് 1% എക്സ്ട്രാ ഇൻസെന്റീവ് കിട്ടും. മൊത്തം സെയിൽ 25 ലക്ഷം വന്നു കഴിഞ്ഞാൽ 1.5% കിട്ടും എക്സ്ട്രാ ഇൻസെന്റീവ്. അപ്പൊ എത്ര? 7.5 + 1 9% ആവറേജ്. ആലോചിച്ച് നോക്കുക, 50 ലക്ഷത്തിന്റെ ടേൺ ഓവർ ആനുവലി വരുന്ന ഒരു ഷോപ്പിന് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്തായാലും അവർക്ക് എന്ത് കിട്ടും? എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. 50 ലക്ഷത്തിന്റെ 9%.
അപ്പൊ ഒരു മാസത്തേക്ക് എത്ര വന്നു? 37,500. അങ്ങനെ എല്ലാ ചെലവും കൂടിയിട്ട് ഒരു 10-20,000 അല്ലെങ്കിൽ 25,000 കൂട്ടിക്കോളൂ. എന്നാലും ചെറിയൊരു ഇൻകം ബാക്കി കിട്ടും. പക്ഷെ ഇത് ഏത് രൂപത്തിലാണ് വരുന്നത്? പ്രൊഡക്റ്റിന്റെ രൂപത്തില്. നമ്മളത് കാണാറില്ല. മറ്റൊന്ന് എന്താ ചെയ്യുക? നമ്മൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ മീൻസ് നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഷോപ്പിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് ഒരിക്കലും നമ്മൾ പൈസ അവിടെ ഇടുന്നു അല്ലെ? അങ്ങനെ ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ എടുത്ത് 10 മാസം സൂപ്പർ ഡയമണ്ട്, സ്റ്റാർ ഡയമണ്ട് ക്ലബ് ഒക്കെ ചെയ്ത് കടയിൽ പ്രൊഡക്റ്റ് ഇല്ല, കച്ചവടം നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ PUCക്കാർ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ അവർ വേറെ ജോലിക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇത് പെർ മന്ത് ഇൻകം ആണെങ്കിൽ ഇതിൽ നമുക്ക് എക്സ്പെൻസ് ഉണ്ട്. കടയ്ക്ക് സാലറി, സ്റ്റാഫിന് സാലറി കൊടുക്കണം, ഇന്റർനെറ്റ് വേണം, കമ്പ്യൂട്ടർ വേണം, പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ, കുറച്ച് ഡാമേജ് വരും, കുറച്ച് ആളുകൾ ചിലപ്പോൾ കട്ടുകൊണ്ടുപോകും, അങ്ങനെയൊക്കെ സംഭവിക്കും. എല്ലാ കാറ്റഗറി ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. 96 ലക്ഷത്തിന്റെ സെയിൽ വന്നാൽ ജസ്റ്റ് 9% വെച്ച് കൂട്ടിയാൽ മതി. ഒരു മാസത്തെ ഇൻകം 72,000. വേണ്ട, 50,000 നിങ്ങൾ ചെലവ് കൂട്ടിയാൽ 22,000 രൂപ അവിടെ കിട്ടില്ലേ? നമ്മുടെ നാട്ടില് പബ്ലിക് PSC പരീക്ഷ എഴുതിയിട്ടൊരു LDC ക്ലർക്കിന് കഷ്ടിച്ച് കിട്ടുന്നത് 23,000 രൂപയാണ്. എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം? അപ്പൊ ഇത് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആവറേജ് ഒരു 10 ലക്ഷത്തിന്റെ സെയിൽ ഒരു മാസം നടക്കുന്ന ഒരു ഷോപ്പിൽ നടത്താൻ പറ്റും. നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായാൽ മതി. പെർ മന്ത് ഇൻകം 90,000. പ്രോപ്പറായിട്ട് ചെയ്യാൻ 90,000 ഉണ്ട്. എന്തുകൊണ്ട് കാണുന്നില്ല? നമ്മളന്ന് പ്രൊഡക്റ്റ് എടുക്കുക, അതിന്റെ പൈസ അവിടെ വെക്കില്ല അല്ലെ? സ്വന്തം ബിസിനസിനെ ലൂട്ട് ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും നമ്മൾ. കടയിൽ നിന്ന് സാധനം എടുക്കും, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ആട്ടി എടുക്കുന്നു, ഓയിൽ എടുക്കണം, ചായപ്പൊടി എടുക്കണം, കാപ്പിപ്പൊടി എടുക്കണം, ഉപ്പ് എടുക്കണം, മുളക് എടുക്കണം, എല്ലാം എടുത്തു. ആ പൈസ അവിടെ ഇടുന്നില്ല, ഇടുന്നവർ വളരെ കുറവാണ്. അപ്പൊ എന്താ സംഭവിക്കുക? പതുക്കെ ക്യാപിറ്റൽ ഇറോഷൻ, മൂലധനം ക്ഷയിക്കും. അതാണ് സംഭവിക്കുന്നത്. 90,000 രൂപ ഒരു മാസത്തെ ഇൻകം ഉണ്ടെങ്കിൽ അതിൽ 50,000 നിങ്ങൾ ചെലവായി കൂടില്ല. എന്നാലും 40,000 ചെറിയ കാര്യമൊന്നുമല്ല. ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ ഡിപ്പോയായിട്ടുള്ള റിലേഷൻ? അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലും, വേണ്ട 2 മാസം കൂടുമ്പോഴൊരിക്കലും ഡിപ്പോയിൽ വിസിറ്റ് ചെയ്തുള്ള ഗുണം എന്താ? പുതിയ പ്രൊഡക്റ്റ് വരുന്നതൊക്കെ ഒന്ന് കാണാൻ പറ്റും. നമുക്കൊരു റൂട്ടീൻ ഉണ്ട് അല്ലെ? സ്ഥിരമായിട്ട് കഞ്ഞി കുടിക്കുന്ന ആൾ കഞ്ഞി കുടിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ, സ്ഥിരമായിട്ട് ആട്ടി പോലും വാങ്ങിക്കുന്നവൻ അത് മാത്രം വാങ്ങിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പുതിയ പ്രൊഡക്റ്റ് കാണുമ്പോൾ യെസ് വി ക്യാൻ യൂട്ടിലൈസ് ചെയ്യുന്ന ചിന്ത അവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 1 മാസം വേണ്ട, 2 മാസം കൂടുമ്പോൾ ഒരിക്കലും ഡിപ്പോ വിസിറ്റ് ചെയ്താൽ പുതിയ പ്രൊഡക്റ്റ് വരുന്നതും ഡ്രസ് ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പല ഷോപ്പുകളിൽ ഡ്രസ് ഐറ്റംസ് ഇല്ല. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ഒരു കട കാണുന്ന ആളുകൾ ചോദിക്കും, നിങ്ങളുടെ സ്ഥാപനത്തിൽ 10,000 പ്രൊഡക്റ്റ് ഉണ്ട് പറഞ്ഞാൽ ആകെ കൂടി 19 പ്രൊഡക്റ്റ് ആണല്ലോ അല്ലെ? അപ്പോ നമ്മുടെ കടയാണ്, നമ്മുടെ RCMന്റെ ഔട്ട്ലെറ്റ് ആണ് ഈ ഷോപ്പിന്റെ ഫേസ് വാല്യൂ കൂട്ടുന്നത്, ഈ ബിസിനസിന്റെ ഫേസ് വാല്യൂ കൂട്ടുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്പർ ഓഫ് പർച്ചേസ്, നമ്മൾ ഡിപ്പോ വിസിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പർച്ചേസ് കൂടും അല്ലെ? പുതിയ പ്രൊഡക്റ്റിൽ വരുന്നു, ആ പ്രൊഡക്റ്റ് ആളുകളെ പരിചയപ്പെടുത്തുന്നു. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാത്രമല്ല ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ദ സ്റ്റോക്ക് ഓഫ് അവൈലബിൾ പ്രൊഡക്ട്സ്. ചില സന്ദർഭങ്ങളിൽ ചില പ്രൊഡക്റ്റുകൾക്ക് ഷോർട്ടേജ് ഉണ്ടാവും. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഉള്ള പ്രൊഡക്റ്റുകളുടെ സ്റ്റോക്ക് എപ്പോഴും സഫിഷ്യന്റ് ആയിട്ട് വെക്കുക. എപ്പോഴാണ് പ്രൊഡക്റ്റ് കിട്ടാതെ വരിക നമുക്ക് പറയാൻ പറ്റില്ല. ഉള്ളത് സഫിഷ്യന്റ് ആയിട്ട് വെക്കുക. നമുക്കറിയാം ഏകദേശം ഒരു സെയിൽ എത്ര വരും നോക്കിയിട്ടിരിക്കുക. മൂവ്മെന്റ് ഇല്ലാത്തത് കൂടുതൽ വാങ്ങി വെക്കേണ്ട. മൂവ്മെന്റ് ഇല്ലാത്തത് എങ്ങനെ കൂട്ടാന്നുള്ളത് PUC മീറ്റിംഗിൽ നിങ്ങൾ അവിടെ വരുന്ന ലീഡേഴ്സിനോട് പറയാം, ഇന്ന പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്നില്ല, അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ പ്രൊഡക്റ്റ് മൂവ് ചെയ്യും. ഡിപ്പോയുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതൊരു സപ്ലൈ ചെയിൻ ആണ്. പലരും പരാതി പറയാറുണ്ട്, ഞാൻ ഓർഡർ കൊടുക്കുമ്പോൾ എന്റെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് മാത്രം തരില്ല. എന്നോട് ചുരുങ്ങിയത് ഒരു 50 PUCക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മാത്രം തരില്ല. അങ്ങനൊന്നുമില്ല. നിങ്ങൾ ഓർഡർ കൊടുക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അവിടെ സ്റ്റോക്കിൽ കാണിക്കും. അത് കഴിഞ്ഞ് 10 ഷോപ്പുകൾക്ക് ബില്ലടിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല. അവിടെ സ്ഥാനത്ത് നമ്മൾ നോക്കൂ, നമ്മള് ഒരു 100 ചില്ലാനം പേര് വരുന്ന ഒരു ഷോപ്പിനെ മാനേജ് ചെയ്ത് നമ്മൾ ഇത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ 100-200 ഷോപ്പുകൾ നിരന്തരം വന്ന് ഉൽപ്പന്നം വാങ്ങിക്കുന്ന ഡിപ്പോയുടെ അവസ്ഥ എന്തായിരിക്കും? അവർ ഹോട്ട് സീറ്റിലാണ്. നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. മറ്റുള്ളവരെ കാഴ്ചപ്പാടിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ ഈസിയാണ്. ഡു നോട്ട് ജനറലൈസ് ഇഷ്യൂസ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ എന്താ പറയാ, പൊതുവായിട്ട് കാണേണ്ട കാര്യമില്ല അല്ലേ? ഇപ്പോ ചില ഷോപ്പുകാര്, ചില ഡിപ്പോക്കാര് പ്രൊഡക്റ്റ് ലൂസായിട്ട് തരും, അല്ലെങ്കിൽ അവിടെ ചോദിച്ചാൽ അവർ തരില്ല, നമുക്ക് എപ്പോഴും കുറവാണ്. ജനറലൈസ് ചെയ്യാതിരിക്കുക ഇഷ്യൂസിനെ. ഒരു പർട്ടിക്കുലർ കേസിൽ ചില സന്ദർഭങ്ങളിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് വരുന്നു, ഇപ്പൊ ഡിപ്പോക്കാരൻ എന്താ ചെയ്യാം? അവൻ എല്ലാ ഷോപ്പുകാരും കിട്ടാവുന്നില്ല, കുറേശ്ശെ കൊടുക്കും. അപ്പൊ അവിടെ വരുന്ന ആൾ ഒരു പക്ഷെ കിട്ടിയെന്ന് വരില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. സോ ഡു നോട്ട് ജനറലൈസ് ദി ഇഷ്യൂസ്. എങ്ങനെയാണ് ഒരു ഷോപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്? അതിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞത്, ആ സ്ലൈഡ് ഞാൻ ആദ്യം കാണിച്ചു. കാരണം അതാണ് ഇതിന്റെ അന്തസത്ത. ഓൾവേസ് സ്മൈൽ ആൻഡ് വിഷ് എ കസ്റ്റമർ. ഒരു കടയിൽ ഒരു കസ്റ്റമർ വരുന്നത് എണീറ്റ് നിൽക്കുക. നിങ്ങൾ എണീറ്റ് ഗുഡ് മോർണിംഗ് സാർ. പരിചയമില്ലാത്തവരോട് നമ്മൾ നേരിട്ട് JRC ഒന്നും പറയണ്ട. ചില ആളുകൾ JRC പറഞ്ഞ് അവരെ കൊണ്ട് പറയിപ്പിക്കും. അവർക്കൊരു ബുദ്ധിമുട്ടാണ്. ആദ്യമായിട്ട് വരുന്ന ആൾക്ക് എന്ത് JRC? എനിക്കും തോന്നിയിട്ടുണ്ട്. ആദ്യമായിട്ട് കോഴിക്കോട് പ്രോഗ്രാം എല്ലാവരും JRC പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോൾ എനിക്ക് തോന്നി ഇതെന്തൊരു രസമില്ലാത്ത പരിപാടിയാണ്. കാരണം നമുക്കറിയില്ല ഇതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത്.
അവരൊന്ന് എഴുതി നിൽക്കാം. നിങ്ങൾ ആരൊന്നും ആലോചിച്ച് നോക്കുക, നിങ്ങൾ കെയർ ചെയ്യാത്ത ഒരാൾ, നിങ്ങളെ കെയർ ചെയ്യാത്ത ഒരാൾക്കും നിങ്ങൾ കെയർ കൊടുക്കും, ഉറപ്പാണ്. സോ ഓൾവേസ് സ്മൈൽ ആൻഡ് ബി എ കസ്റ്റമർ. എപ്പോഴും ഓർത്തിരിക്കുക. ഇനി ചിരിക്കാൻ ആരെങ്കിലും ആദ്യം ചിരിക്കാൻ അറിയുന്നവരെ മാത്രം സ്റ്റാഫായിട്ട് നിർത്തുക. ബിൽഡ് റിലേഷൻ വിത്ത് ദം. ഒന്ന് പരിചയപ്പെടുത്തുക. ആളുകളെ ഒന്ന് വരുമ്പോൾ ഒന്ന് പരിചയപ്പെടുത്തുക. കടയിലുള്ള ആളുകളെ ഒന്ന് പരിചയപ്പെടുത്തുക. നല്ലൊരു റിലേഷൻ അവരായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അത് വരുമ്പോൾ ചേട്ടാ ചേച്ചി സുഖമാണോ, എങ്ങനെ കഴിഞ്ഞ മാസം കണ്ടില്ലല്ലോ, അപ്പൊ അവർ പറയാം കഴിഞ്ഞ മാസം കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിരുന്നു, എന്തായിരുന്നു പ്രശ്നം? മോൾക്ക് നല്ല സുഖമല്ല, ഭയങ്കര പനി വരുമ്പോൾ നമ്മുടെ പഞ്ചതുളസി ഉണ്ട്, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ന്യൂട്രിചാർട്ട് എക്സ്പൈർഡ് ഒന്ന് പറയാം. എന്ത് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി വി ആർ ഗോയിങ് ടു ആർ സി. ഓക്കെ, ബിൽഡ് എ ഗുഡ് റിലേഷൻ വിത്ത് ദം, ദെൻ ഷെയർ ദ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ടു ദം. എന്ത് പ്രൊഡക്റ്റ് വന്നാലും വരാനുണ്ടെങ്കിലും അല്ലെ, ഇപ്പൊ നമ്മുടെ ഒരു പെർഫ്യൂം വന്നു, അടിപൊളി, 3 സെറ്റ് 4 എണ്ണ ഒരുമിച്ചുള്ള ഒരു പെർഫ്യൂം ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതിൽ നല്ലൊരു സ്ഥാനം വേറെ ഇല്ല. 100-300 രൂപ പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്, മോശമില്ലാത്ത PV ഉണ്ട്, പേര് ഞാൻ ഓർക്കുന്നില്ല. ഇതൊക്കെ വരുമ്പോ അവരത് ചേട്ടാ പുതിയൊരു പ്രൊഡക്റ്റ് വന്നു, വേണമെങ്കിൽ ഒരെണ്ണെടുത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് നല്ല മണമാണ്. ഇത് പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ അപ്പൊ അവര് വാങ്ങിക്കില്ല, പക്ഷെ പിന്നെ അത് തന്നോളും. ഒരു മൂങ്കാല് പൊട്ടിച്ച് ഒരു കുട്ടി വരുന്ന സമയത്ത് ആ കുട്ടിക്ക് 2 മണി തിന്നാൻ കൊടുക്കുക, ആ കുട്ടി ഉറപ്പാണ് അമ്മയെ കൊണ്ട് അത് വാങ്ങിപ്പിച്ചേ പോവുള്ളൂ. വളരെ മെലിഞ്ഞൊരു ലേഡി കടയിൽ വരുന്ന സമയത്ത് ആ ലേഡിയോട് പറയാം, നമ്മുടെ ന്യൂട്രിചാർട്ട് വുമൺ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെ എനർജിയിൽ, അവരെ ഉദ്ദേശിച്ച് പറയരുത്, നമ്മുടെ ശരീരത്തിലെ എനർജി ലെവൽ കുറവാണെങ്കിൽ അതിന് പ്രോട്ടീൻ നല്ലതാണ്. നമ്മുടെ ഇത് 8-9 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. സോ ഓൾവേസ് ഷെയർ ദ പ്രൊഡക്ട്സ്. വായ തുറക്കണം, വായ അടയ്ക്കരുത്. കടയിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫ് ആരും ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ ഓണർ തന്നെയായിരിക്കും, വായ അടയ്ക്കരുത് എന്ന് വെച്ച് അൺവാണ്ടഡ് ആയിട്ട് പറയുന്നത്. അവർക്ക് വേണ്ടത് പറയാം. ചില ആളുകൾ ഉള്ള അറിവ് മുഴുവൻ കൊടുക്കും, അതിന്റെ ആവശ്യമില്ല. അവർക്ക് എന്താണോ വേണ്ടത് മരം അറിഞ്ഞു കൊടിയില്ല. ഇൻഫോം ദം അബൌട്ട് ന്യൂ പ്രൊഡക്ട്സ്, ന്യൂ പ്രോഗ്രാംസ്, ന്യൂ പോളിസീസ്. അപ്പൊ പറയാം, ഇതാ 25-ാം തീയതി ഒരു അടിപൊളി പ്രോഗ്രാം വരികയാണ്, സൗത്ത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രോഗ്രാം. അതിൽ വരുന്നില്ലേ, പേര് രജിസ്റ്റർ ചെയ്തോ. ഒരുപക്ഷെ അദ്ദേഹം നിങ്ങളുടെ ടീമിലായിരിക്കില്ല, എന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞു എവിടെ നിങ്ങൾ കെയർ കൂടുതൽ കൊടുക്കുന്നു അവർ നിങ്ങളെ കെയർ ചെയ്യും. പല ഷോപ്പിലേക്കും നമ്മൾ ആളുകളെ പറഞ്ഞയക്കില്ല, അവിടെ വന്നാൽ ഒരു അറ്റൻഷനും ഇല്ല. അവര് വരും, പ്രത്യേകിച്ച് പുതിയ ആളുകളൊക്കെ വരുമ്പോൾ അവരെ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒരാളെ നമ്മളൊരു ഷോപ്പിലേക്ക് എത്തി. നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെന്നറിയോ. അവിടെ വരുമ്പോൾ ഒരു പ്രോപ്പർ റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ അവർ പിന്നെ വരില്ല. ദാറ്റ്സ് ഓൾ. പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് പുതിയ പോളിസി. ഇപ്പോ കൺസിസ്റ്റൻസി പർച്ചേസ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം PUC-കാരാണ്. കാരണം ലീഡറും അസോസിയേറ്റ് ബയറുള്ള ടൈം മീറ്റ് ചെയ്യുന്ന ടൈം വളരെ കുറവാണ്. പക്ഷെ അവർ മാസത്തിൽ 1, 2, 3 തവണ ഷോപ്പിൽ വരും. അവിടെ ഇത് പറഞ്ഞു കൊടുക്കാം. യൂസ് ഓൺലൈൻ ബില്ലിംഗ് സിസ്റ്റം ആൻഡ് ഗീവ് സ്പോട്ട് ബിൽ ടു ദ കസ്റ്റമർ. എപ്പോ ഒരിക്കലും ബില്ല് നാളെ ചെയ്യാന്ന് പറയരുത്. അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും, ചില പ്രൊഡക്റ്റ് ഷോർട്ടേജോ അല്ലെങ്കിൽ സ്റ്റോക്കിൽ എന്തെങ്കിലും പ്രോബ്ലം വന്ന സമയത്ത് അവരോട് പറയണം, ഇപ്പൊ ഇങ്ങനെ പ്രോബ്ലം നാളെ പ്രൊഡക്റ്റ് വരുമ്പോൾ അത് ബില്ല് ചെയ്യാന്ന് പറയണം. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇന്റർനെറ്റ് ഫെയിലിയർ ഉണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ് മാനുവൽ ബില്ല് കൊടുക്കുക. എപ്പോ ഇന്റർനെറ്റ് പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ 1-ാം തീയതി രാവിലെ പലപ്പോഴും നമുക്ക് PUC ബില്ലിംഗ് നടക്കില്ല. അത് ചെയ്ത് അവർക്ക് ആ മെസ്സേജ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. ഒരു കസ്റ്റമർ രജിസ്റ്റർ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും നമ്മളൊരു കസ്റ്റമർ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. പല ഷോപ്പുകളിലും ഇങ്ങനെ ഒരു പരിപാടി ഇല്ല. ഒരു കസ്റ്റമർ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടയിൽ വരുന്ന എല്ലാവരും ആ ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അവർക്ക് അറിയില്ല ഒരു പുതിയ പ്രൊഡക്റ്റ് ഒന്നും, ആവശ്യമില്ലാത്ത മെസ്സേജുകൾ എപ്പോഴും അയച്ചു കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിക്കരുത്. പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം വരുന്നു, എല്ലാ 2-ാം ശനിയാഴ്ച നമ്മുടെ ഷോപ്പിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ ഷോപ്പിലേക്ക് അവരൊന്ന് ക്ഷണിക്കുക. സാറ് വരണം, വൈഫിനെയും കൂട്ടി വരണം, കുട്ടികളെയും കൂട്ടി വരണം. 2-ാം ശനിയാഴ്ച കുട്ടികൾക്ക് മുടക്കാണ്. 3 പേരോട് വരാൻ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വരും അല്ലേ. അപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് വന്നു, അതിനെക്കുറിച്ചൊരു മെസ്സേജ്, അതിനെക്കുറിച്ചൊരു ചെറിയൊരു റൈറ്റപ്പ്, അല്ലെങ്കിൽ അതിന്റെ ഒരു വീഡിയോ, ചെറിയ വീഡിയോ, വലുത് കൊടുത്താലൊന്നും ആരും കാണില്ല. എന്തെങ്കിലും നല്ല മെസ്സേജുകളൊക്കെ അവർക്ക് കൊടുക്കുക. അപ്പൊ ബ്രോഡ്കാസ്റ്റിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് അവർക്ക് എത്തിക്കൊള്ളും. ഗ്രൂപ്പിൽ വരാൻ ആർക്കും താല്പര്യമില്ല. വന്നു കഴിഞ്ഞാൽ അപ്പൊ അവർ ഇവർക്ക് ഇതിൽ ലെഫ്റ്റ് ആവാൻ ഒരു നിർത്തിയില്ല. സോ മെയിൻറ്റെയിൻ എ കസ്റ്റമർ രജിസ്റ്റർ. ഒരുപാട് ബെനിഫിറ്റ്. ഒരു കസ്റ്റമർ ഡാറ്റ മൊത്തം നമ്മുടെ PUC-ൽ തന്നെ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ആ കടയിൽ വന്ന മൊത്തം ആളുകൾ കഴിഞ്ഞ മാസങ്ങളായിട്ട് നടത്തിയ പർച്ചേസ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കാണാൻ ഒരു അവസരമുണ്ട്. ഭൂരിപക്ഷം ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അത് നോക്കി കഴിഞ്ഞാൽ ഒരാൾ വന്നു, എക്സ് എന്ന് പറഞ്ഞ വ്യക്തി ജനുവരിയിൽ വന്നു, ഫെബ്രുവരിയിൽ വന്നു, മാർച്ചിൽ വന്നില്ല, ഏപ്രിൽ വന്നു, ഒന്ന് വിളിക്കുക, ചേട്ടാ കഴിഞ്ഞ 2 മാസം കണ്ടില്ലല്ലോ. ഒരുപക്ഷെ അവർ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി വാങ്ങിച്ചു. ഓക്കെ, നല്ല കാര്യം. ഇപ്പൊ നമ്മുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു കസ്റ്റമറെ വിളിക്കാൻ ഒരു അവസരം കിട്ടും. ഈ ഒരു രജിസ്റ്റർ 60-70% ഷോപ്പുകൾ ഈ കസ്റ്റമർ രജിസ്റ്റർ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാറില്ല.
സോ നോട്ടീസ് ബോർഡ് ഉണ്ടായിരിക്കണം, ഡിസ്പ്ലേ, പുതിയ പ്രോഗ്രാം, പുതിയ പ്രൊഡക്റ്റ്, അതുപോലെ പ്രൈസ് ചേഞ്ച്, എല്ലാ 1-ാം തീയതി ചില പ്രൊഡക്റ്റുകൾക്ക് വില കൂടും, ചിലതിന് വില കുറയും, ഓഫേഴ്സ്, പുതിയ ഓഫർ, കൺസിസ്റ്റൻസി പർച്ചേസ്, സ്പെഷ്യൽ അച്ചീവ്മെന്റ്, അല്ലെ, ആ കടയിൽ നിന്ന് കിട്ടിയ ഫ്രീ പ്രൊഡക്റ്റുകൾ കിട്ടിയ ആളുകളുടെ ലിസ്റ്റ് നല്ല രസം കാണാം. കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പോയ സമയത്ത് അവിടെ 10,000 കിട്ടിയ ആളുകള്, 5,000 കിട്ടിയ ആളുകളൊക്കെ പേരുകൾ എഴുതി. അപ്പൊ ഒരാൾ പുതിയ ആള്, ഇതൊക്കെ എന്താ, ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും, ആർക്കൊക്കെ കിട്ടും, എനിക്ക് കിട്ടും ചോദിച്ചു. എന്റെ സാന്നിധ്യത്തിലാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു കിട്ടും, നിങ്ങൾ റെഗുലർ ആയിട്ട് പർച്ചേസ് നടത്തിക്കണം. അപ്പോ ഈ ഇൻഫോർമേഷൻ എല്ലാ കടകളിലും ഉണ്ടായിരിക്കണം. നല്ലൊരു ശതമാനം കടകളിൽ നോട്ടീസ് ബോർഡൊന്നും ഇല്ല. എല്ലാ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കച്ചവടം വരുന്നില്ല എന്നുള്ളത് ഒരു പരാതി മാത്രം. സോ പ്ലാൻ ഫോർ മിനിമം 2 PUC മീറ്റിംഗ്. ഞാൻ പറയുന്നത് ഒരു തുടക്ക സമയത്ത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഒരു PUC മീറ്റിംഗ്. ചിലപ്പോൾ ആദ്യം ഒരാളായിരിക്കും, ചിലപ്പോൾ ആരും വന്നൊന്നും വരില്ല. ബട്ട് മീറ്റിംഗ് മുടക്കരുത്. മീറ്റിംഗ് ആണ് ആർസിഎമ്മിന്റെ ജീവവായു, ഓക്സിജൻ. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്കൗണ്ട് സെയിൽ എപ്പോഴും ആർക്കാണ്? അസോസിയേറ്റ് ബയർക്ക്, പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക്, അവർ പറഞ്ഞു വിടുന്ന റെഫറൻസിൽ വരുന്ന ആളുകൾ, മറ്റുള്ളവർക്ക് എല്ലാം MRP ആണ്. അവിടെ കോംപ്രമൈസ് ഒന്നും വേണ്ട. കോംപ്രമൈസ് വേണ്ട, കാരണം ആ MRP DP ഡിഫറൻസ് ഒരു PUC ഓണർക്ക് വലിയൊരു ആശ്വാസമാണ്, അല്ലെ? ചെറിയ ചെലവുകളൊക്കെ നടത്താൻ അത് സഹായിക്കും. ഞാൻ പറഞ്ഞു ഓൾറെഡി, നെവർ അപ്പോയിന്റ് സ്റ്റാഫ് ഇൻ ദ ഷോപ്പ് ബട്ട് എ പ്രൊമോട്ടർ. ഒരു കാരണവശാലും സ്റ്റാഫിനെ അല്ല വേണ്ടത്, നമുക്കൊരു പ്രൊമോട്ടറെയാണ് വേണ്ടത്, അല്ലെ? സാധനങ്ങള് പലചരക്കടയിൽ സാധനങ്ങള് 1 കിലോ പഞ്ചസാര തരുമെന്ന് പറയുമ്പോൾ തൂക്കി കൊടുക്കുന്ന ആളെയല്ല നമുക്ക് വേണ്ടത്. ഒരു പ്രൊഡക്റ്റ് കൊടുത്ത പ്രൊഡക്റ്റിന്റെ സവിശേഷതയും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആഡ് ഓൺ പ്രൊഡക്റ്റിലും പറയാൻ കഴിവുള്ള ഒരാളായിരിക്കണം. എപ്പോഴും ഒരു പ്രൊമോട്ടർ ആയിരിക്കണം. നെവർ അപ്പോയിന്റ് എ സ്റ്റാഫ്. ഒരു കാരണവശാലും ബില്ല് നെക്സ്റ്റ് മന്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യരുത്. ഇപ്പൊ പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും ഡിസ്പ്ലേ വാള് വാങ്ങി അതിൽ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ കുമ്പാരമായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുക. എന്തിനാ കൂട്ടുന്നതെന്ന് അറിയില്ല. പണ്ടൊരു കുമ്പാരം അല്ലെങ്കിൽ മൺകലം നിർമ്മിക്കുന്ന വ്യക്തി നാട്ടിൻപുറത്ത് ആദ്യമായിട്ട് ഒരു ബാങ്ക് വന്നപ്പോൾ ബാങ്കിൽ പോയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് കുറച്ച് പൈസ ഇട്ടിട്ട് കുമ്പാരൻ ബാങ്ക് മാനേജറോട് പറഞ്ഞു, ഈ പണം ഞാൻ ചോദിച്ചാലും തരരുത്, എന്റെ ഭാര്യ ചോദിച്ചാലും കൊടുക്കരുത്, എന്റെ മകൻ ചോദിച്ചാലും കൊടുക്കരുത്. ഈ പണം കൊണ്ട് ആർക്കാ ഗുണം? ആർക്കും ഗുണമില്ല, ബാങ്കിന് ഗുണം. ഓക്കെ, അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഡിസ്പ്ലേ വാളുകളിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളാണ്. പ്രൊഡക്റ്റുകൾ, രൂപയല്ല, പ്രൊഡക്റ്റുകൾ. അതുകൊണ്ട് ആർക്കും ഗുണമില്ലേ? ഓക്കെ, 4,15 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ വാള് സൂക്ഷിച്ച ഒരു വ്യക്തി എന്റെ ടീമിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ആള് ഗൾഫിലാണ്, വിദേശത്താണ്. ഇതിന്റെ കാര്യമൊക്കെ മറന്നുപോയി. ആ ID ടെർമിനേറ്റഡ് ആയി. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് നെക്സ്റ്റ് മന്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതല്ല, അതാത് മാസം തന്നെ അടിക്കുക. കാരണം നമുക്ക് ഇന്നത്തെയൊക്കെ ബെറ്റർ ആയിട്ട് നാളെ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്നത്തെയൊക്കെ ബെറ്റർ ആയിട്ട് PV നാളെ ഉണ്ടാക്കാം. എന്തിനാ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്? കുറച്ച് വേണം, കുറച്ച് സൂക്ഷിച്ചു വെക്കണം. പക്ഷെ കംപ്ലീറ്റ് സൂക്ഷിച്ച് ലക്ഷങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളുണ്ട്. എന്റെ ടീമിൽ വരുന്ന മൊത്തം PUCകളുടെ ടോട്ടൽ സ്റ്റോക്കിന്റെ 1.5 മടങ്ങാണ് എന്റെ ടീമിൽ വരുന്ന മൊത്തം വണ്ടർ വീൽ ഡിസ്പ്ലേ വാളിൽ വരുന്ന ടോട്ടൽ സ്റ്റോക്ക്. അത് ചെറിയ കാര്യമില്ല. അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഡയമണ്ടുകൾ ചിലപ്പോൾ പറഞ്ഞു വരും. ചെറിയ കാര്യമില്ല. ഒറ്റ മാസം കൊണ്ട് ചിലപ്പോൾ റൂബി ആയിരുന്നു വരും. സോ നെവർ ക്യാരി ഫോർവേഡ് എനി. ഇത് നമ്മൾ ഫോളോ ചെയ്യണം, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അല്ല അടുത്ത മാസം അടിച്ചാൽ മതി, എന്തായാലും ഈ മാസം 100 PV അടിച്ചല്ലോ, കട്ടാവുകൊണ്ട് സൂക്ഷിക്കാലോ അടുത്ത മാസം. നോ, നെവർ ഡു ഇറ്റ്. പാർഷ്യൽ പർച്ചേസ് ഫോർ ന്യൂ ജോയിനിങ് ഷുഡ് ബി അവോയ്ഡഡ്. എനിക്കറിയാം 7 മാസം കൊണ്ട് ഒരു ജോയിനിങ് നടത്തിയ ആളുണ്ട്. 7 മാസം ആട്ട വാങ്ങിച്ചു, ഓയിൽ വാങ്ങിച്ചു, ആട്ട വാങ്ങിച്ചു, ഓയിൽ വാങ്ങിച്ചു, സോപ്പ് വാങ്ങിച്ചു, ചന്ദനത്തിരി വാങ്ങിച്ചു. 7 മാസം കൊണ്ട് ഇവർ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോണത്? നെവർ ഡു ഇറ്റ്. കാരണം ഇതിൽ കുറെ കാറ്റഗറി ഉണ്ട്. കുറച്ച് പേര് കസ്റ്റമേഴ്സ് ആയിട്ട് നിൽക്കുക, അവർ കസ്റ്റമേഴ്സ് ആയിട്ട് തന്നെ നിന്നോട്ടെ. കുറച്ച് പേര് പ്രൊമോട്ട് ചെയ്യുക, അവർ പ്രൊമോട്ടർ ആവും, അതിനപ്പുറമൊന്നുമില്ല. ഉൽപ്പന്നം വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. പക്ഷെ ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് ഒരു തവണ കൊണ്ട് പർച്ചേസ് ചെയ്യുക. ഓക്കെ, സോ പാർഷ്യൽ പർച്ചേസ് എല്ലാ PUCകാരും പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ഡിസ്പ്ലേ വാളിലേക്ക് അടിച്ചു കൂട്ടി വെക്കും. അങ്ങനെ എപ്പോഴാണോ 7 മാസം കൊണ്ട് ഒരു ജോയിനിങ് കൊണ്ടുവന്ന ആളാണ് ഇയാൾ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത്? ദെൻ there should be one local leader in charge of one PUC. ഒരു PUCക്ക് ലീഡർ ഇല്ലെങ്കിൽ ആ PUC മുന്നോട്ട് പോകില്ല. കാരണം അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ലീഡർ നിങ്ങളുടെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിംഗ്, അപ്ലൈം പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യണം. ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഷോപ്പ് അടച്ചിട്ട് പൊക്കോളൂ. ആ ഷോപ്പിൽ വന്ന പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആൾ വേറെ എവിടെയും പോവില്ല, അല്ലെ? അടുത്ത പലചരക്കടയിൽ പോയിട്ട് ആർസിഎമ്മിന്റെ ഹെൽത്ത് കാർഡ് പോലും വാങ്ങിക്കാൻ പറ്റില്ല, നമ്മുടെ കടയിൽ തന്നെ വരും. ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു PUC നാട്ടത്തിൽ ഇന്നുവരെ ഓടിയിട്ടില്ല. There should be one local leader in charge of one PUC. Maintain sufficient stock as per sales. ഒരു കാരണവശാലും കസ്റ്റമറോട് നോ പറയുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇത് പല തരത്തിലും നമ്മൾ പറയാറുണ്ട്. ആട്ട ഇന്നലെ കഴിഞ്ഞു, ഓയിൽ നാളെ വരും. രണ്ടുമില്ല. ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ദെൻ ആവശ്യത്തിന് ടൂൾസ്, പല ഷോപ്പുകളിൽ സാധനങ്ങളില്ല. നമ്മള് ഈ ബിസിനസിന് ഏറ്റവും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക്. ആ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് കൃത്യമായിട്ട് നിവർത്തി വെച്ച് 5 മിനിറ്റ് കൊണ്ട് ഒരു കസ്റ്റമറെ നമുക്ക് കൺവിൻസ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ പറയാം, ഇന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഇന്നലെ ഒരു കസ്റ്റമർ ആദ്യമായിട്ട് ഒരു ഷോപ്പിൽ വരിക, എന്തോ ഒരു സാധനം അന്വേഷിച്ചു വരികയാണ്. അപ്പോൾ കടയിലെ സ്റ്റാഫ് വളരെ മനോഹരമായിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് തുറന്ന്, സാർ ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ,
സാർ ഒന്ന് വായിച്ചു നോക്കൂ, എന്റെ കയ്യിൽ ആ ഒരു ബുക്കേ ഉള്ളൂ, നാളെ തിരിച്ചാണെന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് രാവിലെ കട തുറക്കാൻ നിൽക്കുന്ന സമയത്ത് 10 മണിക്ക് കട തുറക്കുന്നതിന് മുമ്പ് 9 ബുക്ക് തന്നെ അദ്ദേഹം കടയുടെ മുന്നിൽ കിട്ടി. ആള് ജോയിൻ ചെയ്തു. ഇന്ന് അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. 14,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. സോ ടൂൾസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ തോക്കും കൊണ്ട് നടക്കും, പക്ഷെ തോക്കിൻ്റെ ഉള്ളിൽ ഉണ്ടയില്ല. അതാണ് പ്രശ്നം. പലതരത്തിലും നേരത്തെ നമ്മുടെ ന്യൂട്രിചാർജിന്റെ ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്. ഇപ്പൊ ന്യൂട്രിചാർജ് വുമനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു അല്ലെ? ആ ബ്രോഷേഴ്സ് ഒക്കെ എത്ര വണ്ടർഫുൾ ആണെന്നറിയാം, എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടംപോലെ ടൂൾസിനെ കുറിച്ച് മാത്രം പറയാൻ ഒരു ദിവസം വേണ്ടി വരും. മെയിൻറ്റെയിൻ ജനറൽ ക്ലീൻനെസ് ഇൻ ദ ഷോപ്പിൽ നല്ല വൃത്തിയും എടുപ്പുണ്ടാവണം. പലപ്പോഴും ചില പ്രൊഡക്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് മേലെ നിന്ന് പൊടി തട്ടിയിട്ട് പറയും ഭയങ്കര കാറ്റും ഭയങ്കര പൊടിയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. കസ്റ്റമർ വരുന്ന കസ്റ്റമർ എപ്പോഴും ചിന്തിക്കും ഈ കടയിൽ ഒരു കച്ചവടമില്ല, ഇവിടെ വരാതിരിക്കാൻ നല്ലത്, ഓൾഡ് സ്റ്റോക്ക് ആയിരിക്കും എന്ന് കരുതും അല്ലെ? സോ കീപ് ഫുഡ് ഐറ്റംസ് ആൻഡ് അതർ എഫ്എംസിജി പ്രൊഡക്ട്സ് ഡിഫറെന്റ് ടാക്സ്. ഇത് എപ്പോഴും രണ്ടായിട്ട് വയ്ക്കണം. നമുക്കറിയാം ഫുഡ് ഐറ്റംസ് ആൻഡ് അതർ ഐറ്റംസ് എപ്പോഴും ഡിഫറെന്റ് ആയിട്ട് വയ്ക്കണം, മിക്സപ്പ് ചെയ്യരുത്. അതുപോലെ പ്രാദേശിക ലൈസൻസ് FSSAI, അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റി, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ലൈസൻസ് നമ്മൾ എടുത്തിരിക്കണം. ഒരു കാരണവശാലും ഷോപ്പിൽ കടം കൊടുക്കുക. ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ അപ്ലൈൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ഡൗൺലൈൻ ആയിക്കോട്ടെ, 30-ാം തീയതി ബില്ലടിക്കുന്ന സമയത്ത് അവരോട് നേരിട്ട് പറയാം, പൈസ നേരിട്ട് ഗൂഗിൾ പേ ചെയ്തോളൂ, ഞാൻ അടിച്ചു തരാം. കടം കൊടുത്ത് മുടിഞ്ഞ കടകൾ, ഇഷ്ടം പോലെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ നെവർ ഗിവ് ഇറ്റ്. ഒരാൾ കടം ചോദിച്ചിട്ട് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഒറ്റ തവണ വിഷമമുള്ളൂ. കൊടുത്താൽ ജീവിതകാലം മുഴുവൻ വിഷമം. അദ്ദേഹം പൈസ തിരിച്ചു തരാൻ ബുദ്ധിമുട്ടാവും, അദ്ദേഹം ബിസിനസ് വിട്ടുപോകും, നമ്മൾ വേണ്ട നല്ല ബന്ധമില്ലാണ്. സോ നെവർ ഗീവ് ക്രെഡിറ്റ്. അത് TCG സ്ഥിരം പറയാറുണ്ട്, നെവർ ഗീവ് ക്രെഡിറ്റ്, നോ ക്രെഡിറ്റ്. ദെൻ GST എടുക്കേണ്ട കാര്യം അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ സെഗ്മെന്റിൽ വരുന്ന ആളുകൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ ലീഡേഴ്സിനോട് ചോദിക്കുക. GST 40 ലക്ഷം സെയില് ഒരു സാമ്പത്തിക വർഷത്തിൽ എത്തുന്നതിന് മുമ്പ് GST എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. ഓക്കെ, അതുപോലെ വിത്തൗട്ട് GST അവർ 30-35 ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് അത് പെട്ടെന്ന് എടുക്കുക. അപ്പോൾ അത് 40 ക്രോസ് ചെയ്യാൻ ഒരിക്കലും അനുവദിക്കരുത്. അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിരിക്കും. ദെൻ മന്ത്ലി GST റിട്ടേൺ ഷുഡ് ബി സബ്മിറ്റഡ് ഇൻ ടൈം. ഇതൊക്കെ കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ്. സോ PUC ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഹോം വിസിറ്റ്. PUC ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ ചെറിയൊരു ബ്രോഷറുമായിട്ട് 2-3 പേര്, പ്രിഫറബിളി ഒരു ലേഡി കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അവരുടെ അടുത്ത് ചെല്ലുക, സാർ ഞങ്ങൾ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട്, പ്രത്യേകിച്ച് തുടക്കത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങി, കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഞങ്ങളുടെ ഷോപ്പ് ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. സ്വദേശി ഉൽപ്പന്നങ്ങളാണ്, മാർക്കറ്റിൽ കിട്ടുന്ന സമാന ഗുണം നൽകുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ വിലക്കുറവാണ്. സാറും വൈഫും കൂടി വരണം, സൗകര്യം പോലെ ഒന്ന് വരെ ഞങ്ങളുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാം. ഈ നോട്ടീസ് ഒന്ന് കൊടുക്കുക. വേണമെങ്കിൽ 1-2 പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കുക. ആളെ വീടിന്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ചായയും കുടിച്ച് ഊണും കഴിച്ചിട്ട് അത്താഴം കഴിച്ച് പോരാനല്ല ഹോം വിസിറ്റ്. അങ്ങനെ പലരും ചെയ്യാറുണ്ട്, അതല്ല വേണ്ടത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അവിടേക്ക് 10 പേരോട് പറഞ്ഞ ഒരാൾ വരും, എപ്പോഴെങ്കിലും വരും. ആ വീടിന്റെ സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്ക് പറയാം, വളരെ മെലിഞ്ഞ ക്ഷീണിച്ച ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരോട് പറയാം, സ്ത്രീകൾക്കുള്ള ചില പോഷകാഹാരങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിലുണ്ട്, അതും WHO റെക്കമെൻഡ് ചെയ്യുന്ന ലെവൽ അനുസരിച്ചുള്ളതാണ്. സൗകര്യപൂർവ്വം ഒന്ന് വരും, മാഡത്തിന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒരു തവണ പറയാം. പഠിക്കാൻ മോശമായ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾ ധാരാളം വീടുകളിൽ കുട്ടികൾ പനിയും ചുമയും ചില വയ്യാത്തൊരവസ്ഥയാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ പറയാം, നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് കുട്ടികളുടെ സമഗ്രമായ വളർച്ച, അവരുടെ നല്ല ആരോഗ്യത്തിന് ഗുണം ചെയ്യും. പറഞ്ഞാൽ 10 പേരോട് പറഞ്ഞാൽ ഒരാൾ വരും. ഇതാരും ചെയ്യാറില്ല. PUC തൊട്ട് ഉള്ള വീടുകളിൽ പോലും ഇത് എന്താ സ്ഥാപനം എന്നറിയാത്ത ഇഷ്ടം പോലെ കേസുകളുണ്ട്. നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കണം, വേറെ ആരും വരില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു 3-4 പേര് പോയിട്ട് ചെറിയൊരു നോട്ടീസ്, ഒരു A4 സൈസിന്റെ പകുതി സൈസിൽ ഒരു നോട്ടീസുമായിട്ട് പോവുക. സ്വദേശി ഉൽപ്പന്നങ്ങൾ RCM ബ്രാൻഡില് ജസ്റ്റ് 5 മിനിറ്റുള്ളിൽ സ്പെൻഡ് ചെയ്യരുത്. വീട്ടിൽ കയറാനും പാടില്ല. ഓക്കെ, സോ കൂടുതൽ ആളുകൾ വരും, അപ്പൊ സെയിൽ കൂടും. ഡിസ്പ്ലേ വാള് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. പലപ്പോഴും അതിനെ തെറ്റായി ഉപയോഗിക്കുന്നുണ്ട്. കാരണം സെയിൽ കൂടാൻ എല്ലാ സ്ഥലങ്ങളിലും പ്രൊഡക്റ്റിന് ലഭ്യത ഉറപ്പുവരുത്താൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഈ പ്രൊസീജിയർ ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ട്. പുതിയ ആളുകൾക്ക് ഡയറക്റ്റ്ലി കൊടുക്കണ്ട. ബിസിനസിനെ കുറിച്ച് ബേസിക് ആയുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കിയ ആളുകൾക്ക് മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ ഡിസ്പ്ലേ വാള് മാത്രം ബില്ലടിച്ച് കൺസിസ്റ്റൻസി കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അവർക്ക് അറിയില്ല, അത് പറഞ്ഞു കൊടുക്കാൻ. ഡിസ്പ്ലേ വാൾ എടുത്തു കൊടുത്ത ലീഡർക്ക് അറിയില്ല, അല്ലെങ്കിൽ പറയാനുള്ള സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് അദ്ദേഹം വിട്ടുപോകുന്നു. സോ ഡിസ്പ്ലേ വാൾ ധാരാളം വരുമ്പോൾ സെയിൽ കൂടും അല്ലെ? 10 പേര് ഡിസ്പ്ലേ വാൾ എടുത്താൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് ആണ് മൂവ് ചെയ്യുന്നത്. പ്രൊഡക്റ്റിന് ലഭ്യത ഉണ്ടാവും. ദെൻ ലേറ്റസ്റ്റ് ടെക്നോളജി കടകളിൽ നമ്മൾ ഫോളോ ചെയ്യണം. സ്വൈപ്പിംഗ് മെഷീൻ, ഇപ്പൊ എല്ലാം ഗൂഗിൾ പേ ആണ്. CCTV ക്യാമറ, ബ്ലൂടൂത്ത് പ്രിന്റർ, വെൽക്കം മെസ്സേജ്. ഒരു കടയിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിലെത്തുന്ന മുമ്പ് തന്നെ അവർക്ക് ഒരു വെൽക്കം മെസ്സേജ്, RCMലെ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട്, അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. ധാരാളം PUC ഓണേഴ്സ് ചെയ്യുന്നുണ്ട്. അവർക്ക് വലിയ സന്തോഷമാണ് ഇല്ലേ? വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കൗണ്ടറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ നമ്പർ ചോദിക്കും, അവർ എന്നിട്ട് മെസ്സേജ് വിടും. നമുക്ക് ചെയ്തുകൂടെ? എന്തുകൊണ്ട് ചെയ്തുകൂടാ?
വൈറ്റ് ബോർഡ്, മാർക്കർ, അതുപോലെ റെഗുലർ മീറ്റിംഗ് നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു ഷോപ്പിൽ ഉണ്ടായിരിക്കണം. ഒരു പക്ഷേ 10 പേര് ഇരിക്കാനുള്ള സ്ഥലമായിരിക്കാം. മിനിമം 300 സ്ക്വയർ ഫീറ്റ് ആണ് പറയുന്നത്. പലപ്പോഴും പല ഷോപ്പിൽ അത്രയില്ല. നോ പ്രോബ്ലം. എന്തായാലും ഒരു 5 പേര് ഇരിക്കാവുന്ന സ്ഥലം എന്തായാലും ഷോപ്പിൽ അത് നമ്മുടെ കമ്പൽസറി ഉണ്ടായിരിക്കണം. വൈറ്റ് ബോർഡ് ആ സമയത്ത് ഒരു ലീഡർ താങ്ങി പിടിച്ചു കൊണ്ടുവരേണ്ട സിറ്റുവേഷൻ വരരുത്. ദെൻ ധാരാളം പ്രൊഡക്റ്റ് ഡെമോ നമ്മുടെ ഷോപ്പിൽ നടത്തും. വരുന്ന ഏതൊരു വ്യക്തിക്ക് ഒരു പ്രൊഡക്റ്റ് ഒന്ന് പൊട്ടിച്ചു, ഒരു ബിസ്ക്കറ്റ് തിന്നാൻ കൊടുക്കുക, ഒരു മൂങ്ദാല് പൊട്ടിച്ചു കൊടുക്കുക, ഒരു കുസ്കുസ് മിക്സർ, അതിന്റെ പേര് മാറി തോന്നുന്നു, ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ വാങ്ങിക്കും അല്ലെ. നമ്മുടെ സ്ക്രഞ്ച്, നമ്മുടെ മാംഗോ സ്ക്രഞ്ചും ജസ്റ്റ് ഒരു ഷേക്ക് അല്പം കൊടുത്ത്, നല്ല ചൂടുള്ള സമയം, ഇപ്പൊ അത്യാവശ്യം മഴയൊക്കെയുള്ള സമയമാണ്, ചൂടുള്ള സമയത്ത് അല്പം കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താ സംഗതി, നമ്മുടെ ഒറിജിനൽ മാംഗോ പൾപ്പാണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കും. അപ്പൊ ഇത് ഡെമോ എപ്പോഴും നല്ലതാണ്. പിന്നെ പ്രോഗ്രാമുകളിൽ നമുക്ക് നമ്മുടെ ചായപ്പൊടി മറ്റു ചായപ്പൊടി ടെസ്റ്റ് ചെയ്യാം, നമ്മുടെ ബിസ്ക്കറ്റും മറ്റു കമ്പനികളുടെ ബിസ്ക്കറ്റും നമുക്ക് ഓൺ ദ ലൈവായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോ മറ്റു പ്രൊഡക്റ്റിൽ ഒരു കാരണവശാലും നമ്മുടെ കടയിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം മറ്റു പ്രൊഡക്റ്റിൽ നമ്മുടെ കടയിൽ ഉണ്ടാകുമ്പോൾ ആളുകൾ എന്താ കരുതുക, എനിക്ക് ഈ ബിസിനസ് കൊണ്ട് യാതൊരു മെച്ചമില്ല. നമ്മൾ വലിയ ആന ചേന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ ഒരു ഷോപ്പിലേക്ക് കടത്തി കൊണ്ടുവരുന്നത് അല്ലെ, പലരും അങ്ങനെ ചെയ്യുന്നത്. അവിടെ വരുമ്പോ അങ്ങനെ പല പല പ്രൊഡക്റ്റും കയറി ഇരുന്ന അവസാനം എനിക്കറിയാം, ഉണക്കമീൻ വെച്ച് PUC നടത്തി ക്ലോസ് ചെയ്തൊരു PUC എനിക്കറിയാം. ഓക്കെ, ഒരു കാരണവശാലും മറ്റൊരു പ്രൊഡക്റ്റ് നമ്മുടെ RCM ഷോപ്പിൽ ഉണ്ടാവണം. ശരിയാണ്, പ്രൊഡക്റ്റുകളുടെ എണ്ണം ഇപ്പോ ഉലുവ വന്നിട്ടില്ല, പേടിക്കേണ്ട, ഉലുവ വരും. പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നത് വെറും 30 പ്രൊഡക്റ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ സ്റ്റാർട്ട് ചെയ്ത ആൾക്ക് ഇതിനെ കുറിച്ച് ഒരു വിഷൻ ഉണ്ടായിരുന്നു, നാളെ ഇത് വരും. മൂർത്തി സാറൊക്കെ എന്നോട് പറയാണ്ട്, സാറേ രാജൻ സാർ ഇതിൽ ആട്ട വരും. ഞാനൊക്കെ ഉത്തരേന്ത്യയിൽ ഒരുപാട് വർഷങ്ങൾ ഉണ്ടായതുകൊണ്ട് അവിടുത്തെ ആട്ട ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ ആട്ടയ്ക്ക് കിട്ടാറില്ല. അപ്പൊ ഞാൻ പറയുമ്പോൾ ആള് വരുമ്പോൾ ഞാൻ പറയും വരൂ, ആള് വരും. പക്ഷെ വന്നു, ആട്ട മാത്രമല്ല എല്ലാം വന്നു, എവരിത്തിങ്. ഓക്കെ, സോ ഒരു മറ്റ് പ്രൊഡക്റ്റുകളും നമ്മുടെ ഷോപ്പിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അത് നമ്മുടെ ബിസിനസിന്റെ ഒരു ലെവൽ കൂട്ടാൻ സഹായിക്കും. ഒരു 30 ദിവസത്തെ പ്രൊഡക്റ്റ് ബൈബാക്ക് പോളിസി ഉണ്ട്, പലർക്കും അറിയില്ല. ഒരു കസ്റ്റമർ 2 സോപ്പ് കൊണ്ടുപോയി, അയാൾക്ക് ഒരു സോപ്പ് ഉപയോഗിച്ചു, ഇഷ്ടമായി തോന്നിയില്ല, ഉപയോഗിച്ച സോപ്പ് തിരിച്ചെടുക്കാനല്ല, പക്ഷെ 30 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് മറ്റേ സോപ്പ് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാൻ ഒരു പോളിസി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കമ്മീഷൻ 3rd മന്തിൽ കിട്ടുന്നത്. 3ാമത്തെ മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിൽ കിട്ടാമായിരുന്നു. പ്രൊഡക്റ്റ് ബൈബാക്ക് പോളിസി നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ടാണ് 3rd മന്തിൽ കമ്മീഷൻ തരുന്നത്. ഓക്കെ, ഡെലിവറി സിസ്റ്റം, ഹോം ഡെലിവറി, അതിനെക്കുറിച്ച് മൂർത്തി സാർ ചെറിയൊരു സെഷൻ നമുക്ക് തരും. 2 ലക്ഷം ഹോം ഡെലിവറി എന്ന് വെച്ചാൽ ഒരു കസ്റ്റമറെ വീട്ടിലേക്ക് നേരിട്ട് സാധനങ്ങൾ എത്തിക്കുക. 2 ലക്ഷത്തിന്റെ ഹോം ഡെലിവറി ചെയ്താൽ 4% കിട്ടും, ഏകദേശം 8,000 രൂപ എക്സ്ട്രാ കിട്ടും. കസ്റ്റമറുടെ ബെനിഫിറ്റ് എന്താ? അയാൾക്ക് സമയ ലാഭം, പെട്രോൾ ലാഭം. എന്തായാലും വരാൻ വേണ്ടി വണ്ടി വേണം. ഓക്കെ, അടുത്ത 2 ലക്ഷത്തിന് 2%, പിന്നെ ഇതിൽ ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്. അത് മൂർത്തി സാർ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞു തരും കേട്ടോ. എന്തായാലും ഒരു 2 ലക്ഷത്തിന്റെ മിനിമം നമുക്ക് എന്ത് കിട്ടും? 4% കിട്ടും, 8,000 രൂപ എക്സ്ട്രാ. അപ്പൊ 10-14,000 രൂപ വരെ കിട്ടാനുള്ള ഒരു അവസരം ഉണ്ട്. ഇത് ആർക്കും വേണമെങ്കിലും ചെയ്യാം. അതെങ്ങനെയാന്നുള്ളത് മൂർത്തി സാർ പറഞ്ഞു തരും. സോ ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നേരിട്ട് നമ്മുടെ ഷോപ്പിലെത്തും, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വേണ്ട. ഇപ്പൊ ബൾക്കായുള്ള പ്രൊഡക്റ്റിൽ ആട്ടി പോലും നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പറ്റില്ല. കമ്പനിയിൽ നിന്ന് നേരിട്ട് വരും. ഇപ്പൊ കീസോൾ ഐറ്റംസ് ഒക്കെ വരും, 2-2.5% നമുക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ആവറേജ് വരാറുണ്ട്. അപ്പോ ഈ ഓൺലൈൻ ഓർഡറിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? അതൊന്നും കൊടുക്കണ്ട, അത് ലാഭമാണ്. അപ്പൊ ചെലവ് ചുരുക്കാനുള്ള ഒരു വഴി കൂടി നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. എല്ലാ ഷോപ്പുകളും RCMന്റെ കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്, ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ആർക്ക് വേണമെങ്കിലും അവിടെ ബിസിനസ് ചെയ്യാം. സോ എനിബഡി ക്യാൻ ഡെവലപ്പ് ദ ബിസിനസ് ദേ. ആൻഡ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവർക്കും ഈക്വൽ സർവീസ് കൊടുക്കുക. ചില ഏരിയയിൽ എന്നോട് പല കസ്റ്റമർ ചോദിക്കുമ്പോൾ കോഴിക്കോട് ഏത് ഷോപ്പിലാണ് ചെല്ലുന്നത്, ഞാൻ അവിടുത്തെ ഏറ്റവും നല്ല ഷോപ്പ്, ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്ന ഷോപ്പിന്റെ പേര് പറയാം, അവിടെ പൊക്കോളാൻ പറയും. ഇപ്പൊ തൃശ്ശൂർ ഏത് ഷോപ്പാ പറയും, ഞാൻ തൃശ്ശൂരിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്ന ഷോപ്പിൽ ചെല്ലാൻ പറയും. കാരണം അവര് നമുക്ക് വേണ്ടതിന് വി വാണ്ട് മോർ കസ്റ്റമർ ബേസ്. സോ എല്ലാവർക്കും ഈക്വൽ സർവീസ് കൊടുക്കുക. അവിടെ അനാവശ്യമായ ഒരു ലൂസ് സ്റ്റോക്ക്, ഏറ്റവും കൂടുതൽ ലൂസ് സ്റ്റോക്ക് നടക്കുന്നത് ഈ ഷോപ്പുകളിലാണ്. അതായത് ക്രോസ് ലൈൻ തമ്മിലുള്ള ലൂസ് സ്റ്റോക്ക്, അപ്പ് ലൈനും ഡൗൺ ലൈനും തമ്മിൽ ആകെ പ്രശ്നങ്ങൾ, ഒന്നും വേണ്ട. അവിടെ എപ്പോഴും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ. നമ്മൾ അമ്പലത്തിൽ നിന്ന് ബഹളം കൂട്ടാറില്ല, അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ ചെന്നിട്ട് ആരും ബഹളം വെക്കാറില്ല. അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഒരു PUCയുടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ കൈ കൊണ്ട് നിലത്ത് തൊട്ട് വന്നിച്ചിട്ട് ഉള്ളിൽ കയറുന്നതാണ് നല്ലത്. ഒരു അമ്പലം തന്നെയാണ് അത് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പരിശുദ്ധി നൽകുന്ന ഒരു അമ്പലമാണ് അല്ലെ, ഒരു ദേവാലയമാണ്. ആ രീതിയിൽ നമ്മൾ എടുത്താൽ മതി. അവിടെ നോ ലൂസ് ടോക്ക്, നോ നെഗറ്റീവ് ടോക്ക്. സോ ഈക്വൽ സർവീസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടീം. ടീം ലീഡർ ആരാണ്? അവരുടെ ടീമിൽ ആ ടീമാണ്, ഈ ടീമാണ്, ഒന്നും വേണ്ട, എല്ലാവർക്കും കൊടുക്കാം. ഞാൻ പറഞ്ഞു 24% ബെനിഫിറ്റ് എനിക്ക് കിട്ടിയത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയത് ഓരോ ലെവൽ അനുസരിച്ചാണ്.
മറ്റുള്ളവർ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ മറ്റുള്ളവരല്ല, ലോകം മുഴുവൻ ഈ ബിസിനസ് എന്ന് പറയട്ടെ. അതുകൊണ്ടാണ് rcmbusiness.com നിന്ന് rcmworld.com മാറിയത്. സോ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസ് കൊണ്ടുവരും അല്ലെ. നല്ല സർവീസ് എവിടെ കിട്ടും അവിടെയൊക്കെ ആളുകൾ ചെല്ലും. ആലുവയിൽ ഒരു വണ്ടർ വേൾഡ് ഉണ്ട്, ദ ബെസ്റ്റ് സർവീസ്. അവിടെ പോയ എല്ലാവരും എന്താ സർവീസ്. അപ്പൊ ആളുകൾ ഇടിച്ചു കയറും, സെയിൽ കൂടും, ലക്ഷങ്ങളുടെ ടേൺ ഓവർ വരും. എവിടെ ബിസിനസ് മോശമാകുന്നു, അവിടെ സർവീസ് മോശമാണ്, അല്ലെങ്കിൽ കസ്റ്റമർ ഡീലിംഗ് മോശമാണ്. അത്രേ ഉള്ളൂ. പ്രൊഡക്റ്റ് എല്ലായിടത്തും ഒരേ പ്രൊഡക്റ്റ്, ഒരേ സിസ്റ്റം, ഒരേ പ്ലാൻ, ഒരു വ്യത്യാസവും ഇല്ല. ബിസിനസ് മോശമാകുന്നത് നമ്മളാണ് അതിന്റെ ഉത്തരവാദി. സോ ഇനി ഒരു PUC ഓണർക്ക് കമ്പനി ചെലവിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതല്ല RCMനെ ലക്ഷ്യം ചെയ്ത് ഒരു ഷോപ്പ് നടത്തി എന്ന് കുറച്ച് വരുമാനം 10 ലക്ഷം അല്ലെങ്കിൽ 10,000 കിട്ടും എന്നുള്ളതല്ല. ഇതിലൂടെ നമുക്കൊരു ഹ്യൂജ് ടേൺ ഓവർ ഉണ്ടാക്കി, നമുക്കൊരു വലിയൊരു ടീം ഉണ്ടാക്കി, ഒരു സെക്യൂരിറ്റി, ലൈഫ് ലോങ് അല്ല ജനറേഷൻ ലോങ് സെക്യൂരിറ്റി ഉണ്ടാക്കുന്ന ഒരു അവസരം നമുക്ക് RCM നൽകുന്നുണ്ട്. അതാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. എനിക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട ഗോപകുമാർ സാർ ഒരിക്കലും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനത് പ്രത്യേകം ഓർക്കാണ്. നിങ്ങളൊരു ഷോപ്പ് തുടങ്ങി, ഷോപ്പ് നമ്മുടെ ബിസിനസിനെ ഫാസ്റ്റ് ആയിട്ട്, ഒരു മരത്തിൽ കയറാന്നുണ്ടെങ്കിൽ നമുക്കൊരു മരത്തിന്റെ കമ്പുമ്മ പിടിച്ച് കയറാം, അല്ലെങ്കിൽ അതിന്റെ തടിമ പിടിച്ച് കയറാം, അല്ലെങ്കിൽ ഒരു ഏണി അല്ലെങ്കിൽ കോണി വെച്ചിട്ട് കയറാം. ആ കോണി വെച്ച് കയറാൻ ഒരു എളുപ്പ വഴിയാണ് PUC. സോ അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങളൊരു 3-4 വർഷം നിങ്ങൾ ഷോപ്പ് നടത്തി നിങ്ങളൊരു നല്ല ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾ ഡൗൺലൈൻ ആ ഷോപ്പ് ഹാൻഡ് ഓവർ ചെയ്യൂ. അതും കെട്ടിപ്പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടത് ടീം വർക്കാണ്. ഇന്ത്യയിലെ വളരെ നിസ്സാര ആള്, ഇന്ത്യയിലെ കാര്യം വിട്, കേരളത്തിലെ 0.5% ആളുകൾ പോലും RCM കേട്ടിട്ടില്ല. 3,20,25 ലക്ഷം ആളുകളുണ്ട്. പ്രായപൂർത്തിയായ 2 കോടിയിലധികം ആളുകളുണ്ട്. 1 ലക്ഷം ആളുകൾ പോലും RCMനെ ആക്റ്റീവായിട്ട് വന്നിട്ടില്ല. ഇത്രയും പൊട്ടൻഷ്യൽ കിടക്കാണ്. അത് നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്താൽ തൃശ്ശൂരിലെ ഒരു മോഡറേറ്റ് ടൈപ്പുള്ള ഒരു നമ്മുടെ സൂപ്പർ മാർക്കറ്റിന്റെ സെയില് ഒരു ദിവസം 10 ലക്ഷം. എന്തുകൊണ്ട് നമുക്കത് പ്ലാൻ ചെയ്തിട്ടില്ല? ഇത്രയും നല്ല പ്രൊഡക്റ്റുകൾ, വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റുകൾ നമുക്കുള്ളപ്പോൾ ഇതിനാണ് പറയുന്നത് നമ്മൾ വായ തുറക്കണം. വായ തുറന്നാൽ പിന്നെ അടക്കരുത്. ഓക്കെ, 2 തവണ വായ തുറക്കണം എന്നാണ് പറയാം. എന്തിന്? ഒന്ന് RCM ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ വേണ്ടി വായ തുറക്കുക, പിന്നെ അത് നല്ലതാണെന്ന് പറയാൻ വേണ്ടി വായ. സോ കൺസിഡർ ഇറ്റ് ആസ് യുവർ ഓൺ ബിസിനസ്. ആൻഡ് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു ഷോപ്പ് ഓണർക്ക് ഒരു ബിസിനസ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഈ 3 കിലോമീറ്റർ എന്നത് പണ്ടത്തെ കൺസെപ്റ്റ് ഇപ്പൊ ഇല്ലാതെ കമ്പനി അത് മാറ്റിയിരിക്കുന്നു. കമ്പനിയുടെ ആവശ്യം എന്താണ്? നമ്മുടെ ആവശ്യം എന്താണ്? ബിസിനസ് വളരെ കൂടുതൽ ഷോപ്പുകൾ വരുമ്പോൾ കൂടുതൽ ടേൺ ഓവർ ഉണ്ടാവുകയാണ് ചെയ്യുക. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. കൺസിഡർ ഇറ്റ് ആസ് യുവർ ഓൺ ബിസിനസ്. ഇത് നിങ്ങളുടെ ബിസിനസ് ആണെന്ന് മനസ്സിലാക്കി അതിനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് എടുക്കാൻ സാധിച്ചാൽ നോ ഡൗട്ട് സക്സസ് ഗ്യാരണ്ടീഡാണ്. കാരണം ഞാനൊരു ഷോപ്പാണ് ആദ്യം തുടങ്ങിയത്. ഷോപ്പിൽ കുറച്ചു കാലം ഇരുന്നപ്പോൾ ഒരു സീനിയർ ലീഡർ, ഇന്ന് അദ്ദേഹം RCMലില്ല, അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, രാൻ സാറേ ഈ കടയിൽ ഇരുന്നുകൊണ്ട് ബിസിനസ് വരില്ല. അന്ന് ഞാൻ കട വിട്ടതാ. മാസത്തിൽ 2 തവണയെ പോകുള്ളൂ. നമ്മളെ കടയും കെട്ടിപ്പിടിച്ചിരിക്കേണ്ട, അവിടെ നല്ല കഴിവുള്ള ഒരാളെ വെച്ചാൽ അവർ കാര്യങ്ങൾ ചെയ്തോളും. ഒരു ട്രാക്കിൽ കയറ്റുക. ആദ്യത്തെ ഒരു 5-6 മാസം ട്രാക്കിൽ കയറാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഞാൻ ചെയ്ത എന്റെ ജീവിതത്തിലെ എന്റെ RCM ലൈഫിലെ അനുഭവങ്ങളെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടല്ല സംസാരിച്ചത്, നിങ്ങളുടെ ഓരോരുത്തരും റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് സംസാരിച്ചത്. ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ബിസിനസ് വളരെ ഓൺലി സ്കൈ ഈസ് ദ ലിമിറ്റ്. ആകാശമാണ് അതിർത്തി, അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, യുവർ ഓൺ ബിസിനസ്. ഇത് നമ്മുടെ ബിസിനസ് ആണെന്ന് ചിന്താഗതി വർക്ക് ചെയ്യുക. എല്ലാവരും വളരും അല്ലെ, എല്ലാവരും പഠിക്കുക, എല്ലാവരും വളരുക എന്നൊരു കൺസെപ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്നത്. നമുക്ക് ഇവിടെയുള്ളൂ, എല്ലാവരും ബിസിനസ് ചെയ്യുക, എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും. മെയിൻ മാലിക്കും എന്നൊരു കൺസെപ്റ്റ് അതേ കമ്പനി കൊണ്ടുവന്നപ്പോൾ, TCG കൊണ്ടുവന്നപ്പോൾ അതിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന് അപ്പുറത്താണ്. സോ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. RCM അതൊരു ബിസിനസ് ആയിട്ട് ചെയ്യേണ്ടത്. യു ടേക്ക് ഇറ്റ് ആസ് യുവർ ലൈഫ്. എന്റെ വീട്ടിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ബിസിനസ്സാണ്. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മകൻ വരുമ്പോൾ മകനോട് എങ്ങനെയാണ് അടിപൊളി പ്രോഗ്രാം വരും, അവൻ എന്നോട് ചോദിക്കും എങ്ങനെയുണ്ട്, നല്ല സൂപ്പർ. ഓക്കെ, വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ സാധാരണ ഒരു ബിസിനസ് ഒരു തലത്തിൽ നിൽക്കും, ജീവിതം വേറെ തലത്തിൽ. ഇത് രണ്ടും ഒന്ന് തന്നെ. അപ്പൊ രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം ലൈഫിൽ. ഞാൻ കുറച്ച് സമയം കൂടുതൽ എടുത്തു തോന്നുന്നു, പക്ഷെ ഇത്ര പോരാ, കുറച്ചുകൂടി വേണ്ടത്. ഫിസിക്കൽ സെഷനാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. കാരണം ഞാൻ നിങ്ങളെ ആരെയും കാണുന്നില്ല അല്ലെ, കാണാമറയത്താണ് നിങ്ങളെല്ലാവരും കേട്ടു എന്നാണ് എന്റെ വിശ്വാസം. ഇതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ ലൈഫിൽ ഏറ്റവും വലിയ സക്സസ് ഉണ്ടാക്കാൻ സഹായിക്കും. ബിസിനസ്സിൽ ഏറ്റവും വലിയ സക്സസ് ഉണ്ടാക്കാൻ സഹായിക്കും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്, ജയ് RCM.